ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की महिमा हो। പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇതിനുള്ള ക്രമീകരണം ചെയ്ത സഹോദരന്മാരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. फिर से एक और मौका मिला है, इसलिए मैं परमेश्वर के नाम को महिमा देता और जो भाइयों ने ये मौका दिलाया है उनको मैं धन्यवाद देता हूँ। നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. हम एक अजीब एक समय के द्वारा हम चल रहे हैं अभी। കേരളത്തിലും ഈ നിലയിലുള്ള കോവിഡും അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഓരോ ദിവസം കഴിയും തോറും അപ്രതീക്ഷിതമായ നിലയിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. केरला में भी अगर देखा जाएगा तो जो कोविड का जो भी अभी मामला चल रहा है वो जैसे सोचा था उसका विरुद्ध वो बढ़ते जाते हुए दिखाई पड़ रहा है। കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മുതിർന്ന സഹോദരൻ, എൽഡർ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അവരെ ഒന്നിച്ച് കോവിഡ് പോസിറ്റീവായിട്ട് കാണുകയും അവരെ കോവിഡ് കേന്ദ്രത്തിലേക്ക് ഒക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തതിന്റെ പല കാര്യങ്ങൾ വളരെ അടുത്തറിയാൻ എനിക്കിടയായി. तो पिछले दिनों में ऐसे हमें मालूम पड़ा कि हमारे जो कलीसिया में जो प्राचीन है उनकी जो पत्नी और बच्चे सभी को कोविड हो गया है और उन सभी को ही जो रुग्णालय है वहाँ पे उनको ले जाया गया है उनके इलाज के लिए, ऐसे हमें पता चला है। രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ പിന്നെ ലോകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ആ നിലയിലുള്ള ഒരു അത്യാഹിതമാണിത് എന്നൊക്കെയാണ് ആളുകൾ ഇതിനെ വിലയിരുത്തുന്നത്. तो सभी लोग ऐसे ही बोल रहे हैं कि दूसरे जो महायुद्ध हुआ था उसके बाद जो बहुत ही बड़ा एक दुर्घटना जैसे कि अभी कोविड चल रहा है उसके बाद यही है करके सभी बोल रहे हैं। എന്നാൽ നമ്മുടെ വളരെ അടുപ്പമുള്ള പ്രിയപ്പെട്ടവരെ, സഭയിലെ ഉത്തരവാദിത്തമുള്ള ആളുകൾ അവർ കുടുംബമായിട്ട് പെട്ടെന്ന് കുടുംബത്തിലുള്ളവരെല്ലാവരെയും കോവിഡ് പ്രതിരോധ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതും ചികിത്സകളൊക്കെ ആരംഭിക്കുന്നതും ഒക്കെ വരുമ്പോൾ സത്യത്തില് കാര്യങ്ങൾ നമ്മോട് വളരെ അടുത്ത് വരുന്നത് പോലെ തോന്നിയ ദിവസങ്ങളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. तो अगर जब हमें पता चलता है कि जिन्हें हम जानते हैं जो हमारे बहुत ही करीब है, ऐसे एक परिवार को जब कोविड पॉजिटिव हो जाता है और उनको उनके इलाज के लिए बाहर लेके जा रहे हैं वैसे सब पता चलता है, तो हमें ये लगता है कि ये जो कोविड की जो ये बीमारी है हमारे बहुत ही करीब आ गई है, ऐसे में लगने लगता है। 84 സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് ആ സമയങ്ങളിലൊക്കെ ഇവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. भजन संगीता 84 में से कुछ वचन मेरे मन में उस समय पे था। അതിന്റെ 5ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. उसके 5 वचन में लिखा हुआ है, जिसका बल परमेश्वर में है वो धन्य है। ഈ സമയത്ത് നമുക്ക് മറ്റൊന്നിലും നമ്മുടെ നല്ല ആശയങ്ങളിലോ നമ്മുടെ നല്ല ചിന്തകളിലോ ഒന്നും നമുക്കൊരു ബലം കണ്ടെത്താനൊക്കെ ഇല്ല. മറിച്ച് കർത്താവിൽ തന്നെ ബലം കണ്ടെത്തുന്നവരായി നമ്മളായിരുന്നാലേ ഈ കാലഘട്ടത്തെ നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. इस समयों में हमारी बुद्धि के द्वारा, हमारी योजनाओं के द्वारा हम कभी भी उसमें हम बल नहीं पा सकते। सिर्फ परमेश्वर में हम बल पाके आगे बढ़ेंगे तो ही ये जो परिस्थिति है उससे हम पार कर आगे बढ़ सकते हैं। അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ 6ാമത്തെ വാക്യത്തിൽ പറയുന്നു, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ. तो उसके 6 वचन में 84 के भजन संगीता के 6 वचन में लिखा है, वे रोने की तराई में से जाते हुए. ജീവിതത്തില് ഉയർച്ചകളുണ്ട്, താഴ്വരയുടെ അനുഭവങ്ങളുണ്ട്. जिंदगी में जो है ऊंचाइयां भी है और तराई भी है. എന്നാൽ ഇന്ന് എല്ലാവരെയും സംബന്ധിച്ചും ഒരു കണ്ണുനീർ താഴ്വരയുടെ അനുഭവം പോലെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. अगर आज के दिन में देखा जाए सभी लोगों के लिए ऐसा एक परिस्थिति हो गया है कि हम सब एक रोने की तराई में से होकर गुजर रहे हैं. എന്നാൽ നമ്മൾ അവിടെ വായിക്കുന്നത്, ബലം നിന്നിലുള്ള മനുഷ്യർ ആ കണ്ണുനീർ താഴ്വരയെ ഒരു ജലാശയമാക്കി തീർക്കുന്നു, അവർ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുന്നു, അനുഗ്രഹപൂർണമായി തീരുന്നു, മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്നാണ് തൊട്ടടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. तो उसके अगले वाक्यों में हम ये देखते हैं कि ये जब रोने की तराई में से हम गुजरते हैं और जिनका जो बल है वो परमेश्वर होता है, तो वो जो है इन सारी बातों को झेल कर और ऊंचाई के स्थानों में परमेश्वर पे भरोसा रख के आगे बढ़ते हुए हम इन वचनों में देखते हैं. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ഈ സംഭവമാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുഭവങ്ങളാകട്ടെ ഒരു കണ്ണുനീർ താഴ്വര പോലെ ഉണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകണ്ട, അതിനെ അനുഗ്രഹപൂർണമാക്കി തീർക്കാൻ കഴിയും. तो
तो हमारे जीवन में भी ऐसी कोई परिस्थिति है या तो फिर कोई रोने की तराई है, तो हमें निराश नहीं होना है, परंतु हमें उसको जो है, उसे हमें अनुग्रह का कारण बना सकते हैं। ഞാൻ കഴിഞ്ഞ ദിവസം പഴയ നിയമത്തിൽ നിന്ന് ഒരു താഴ്വരയെ കുറിച്ച് പറയുന്ന ഒരു വാക്യം വായിപ്പാനായിട്ട് ചിന്തിപ്പാനായിട്ട് ഇടയായി. पिछले दिनों में पुराने नियम से जो तराई के विषय में एक वचन को पढ़ने की मुझे पढ़ने के लिए हुआ। ഹോശേയയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലാണ് ഇതുപോലെ ഒരു കണ്ണുനീർ താഴ്വരയെ നമ്മൾ കാണുന്നത്. तो होशे की किताब 2 अध्याय उसका 15 वचन में ऐसे ही एक तराई के बारे में हम पढ़ते हैं। ഹോശേയ 2:15 ഇങ്ങനെയാണ്, ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. होशिया का किताब 2 अध्याय उसका 15 वचन, और वही मैं उसको दाग की बारियां दूंगा और आखोर की तराई की आशा का द्वार कर दूंगा, और वहां वह मुझसे ऐसी बातें कहेगी जैसे अपनी जवानी के दिनों में अर्थात मिस्र देश से चले आने के समय कहती थी। ഇവിടെ ഇതാ ഒരു താഴ്വരയെ കുറിച്ച് നമ്മൾ കാണുന്നു, ആഖോർ താഴ്വര. यहाँ पे हम एक तराई के विषय में पढ़ते हैं जो कि एक आखोर है। ആ ആഖോർ താഴ്വരയെ ഞാന് ഒരു പ്രത്യാശയുടെ വാതിലായി തുറന്നു തരുമെന്നാണ് ദൈവം ഇസ്രായേലിനോട് പറയുന്നത്. यहाँ पे हम देखते हैं परमेश्वर इज़राइल जन को कहते हैं, ये जो अखोर की तराई है उसको तुम्हारे लिए एक आशा का द्वार मैं बना दूंगा। ഞാൻ ഈ പഴയ നിയമ പ്രവാചകന്മാരിൽ എനിക്ക് വളരെ സഹതാപം തോന്നാറുള്ള, ഞാൻ ഇൻവെർട്ടഡ് കോമായിട്ടാണ് സഹതാപം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, സഹതാപം തോന്നാറുള്ള ഒരു പ്രവാചകനാണ് ഹോശേയ. तो पुराने जो नियम के भविष्यवक्ताओं में से ये जो होशे भविष्यवक्ता है, उनके ऊपर मुझे दया आती है। वो जो दया को मैं इन्वर्टेड कॉमा के अंदर डाल के बोलता हूँ। അതായത് ഹോശേയയെ ദൈവം അവൻ പറയുന്ന സന്ദേശത്തിനനുസരിച്ച് ഒരു ജീവിതം നയിക്കാനായിട്ട് അവനോട് ആവശ്യപ്പെട്ടു. हम यहाँ देखते हैं परमेश्वर जो भी बातें होशे भविष्यवक्ता से करते थे, तो वैसे ही एक जीवन बिताने के लिए भी परमेश्वर उनसे मांग रखते थे। ദൈവത്തെ വിട്ട് യഹോവയെ വിട്ട് പിന്മാറിപ്പോയ ഇസ്രായേലിനോടുള്ള ഒരു സന്ദേശമാണ് ദൈവത്തിന് ഹോശേയയിലൂടെ ആ ജനത്തിന് നൽകേണ്ടത്. तो परमेश्वर को छोड़कर दूर हुए हुए इज़राइल जन को परमेश्वर जो है होशे भविष्यवक्ता के द्वारा संदेश देते हैं। ആ സന്ദേശം അവർക്ക് നൽകുന്നതോടൊപ്പം ഹോശേയയോട് ദൈവം പറഞ്ഞു, നീ പരസംഗത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെയും അവളുടെ കുട്ടികളെയും നീ സംരക്ഷിക്കുക, അവളെ ഭാര്യയായിട്ടെടുക്കുക എന്ന് പറഞ്ഞു. तो यहाँ पे हम देखते हैं परमेश्वर होशे प्रवाचक जो भविष्यवक्ता है उनको कहते हैं कि संदेश के द्वारा जब इज़राइल जन को बोलना रहता है, ये कहते हैं कि तुम्हारे जीवन में विचार में जो रहती एक स्त्री और उनके बच्चों को तुझे अपना लेना है और उनको तू संभालना है। അപ്പോൾ ധാർമ്മികമായിട്ട് മോശപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്ന ഗോമർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഹോശേയ ഭാര്യയാക്കുന്നു. तो हम देखते हैं जो बहुत ही बुरा जीवन बिताती थी, गोमर करके नाम की स्त्री जो है उसको होशे जो है वो अपना लेते हैं। സത്യത്തിൽ ആ സ്ത്രീ ഹോശേയയോട് വളരെ കടപ്പെട്ട് തുടർന്നുള്ള ജീവിതത്തിൽ വളരെ സത്യസന്ധമായിട്ട് വിശ്വസ്തമായിട്ട് ജീവിക്കേണ്ടതാണ്. तो असली में वो जो स्त्री है होशिया के साथ आगे के जीवन में ईमानदार होकर सच्चाई के साथ उसके साथ जीवन बिताना चाहिए। എന്നാൽ അവള് അവളുടെ ആ പഴയ തൊഴിൽ വിട്ടില്ല, അവള് ഹോശേയയോട് വിശ്വസ്തമായിരുന്നില്ല, പിന്നെയും അവള് അവളുടെ പഴയ വഴിക്ക് തന്നെ പോയതായിട്ടാണ് നമ്മൾ കാണുന്നത്. फिर भी हम वहाँ देखते हैं वो जो स्त्री थी उसके जो पुराने काम थे उसे वो त्यागती नहीं है, और जो होशे है उनके साथ ईमानदारी से रहती नहीं है, वापस से वो काम करते हुए पिछले कामों को करते हुए हम वहाँ पे देखते हैं। എന്നാൽ ദൈവം ഹോശേയയോട് ഇടപെട്ട് ഹോശേയ അവളെ തന്നെ വിശ്വസ്തയായി പെരുമാറാഞ്ഞ അതേ സ്ത്രീയെ തന്നെ വീണ്ടും സ്നേഹിച്ച് അവളോട് വളരെ സന്തോഷമായിട്ട് ഇടപെടുന്ന ഒരു ഭാഗമാണ് 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. फिर से हम पढ़ते हैं वही 2 अध्याय के 15 वचन में, जो स्त्री थी जो गलत अपने मार्गों में वापस जा रही थी, उसके साथ वापस से होशिया जो है बहुत ही प्रेम के साथ और खुशी के साथ रहते हुए एक चित्र हम यहाँ इस अध्याय में देखते हैं। അതിന്റെ 14-ാമത്തെ വാക്യം നോക്കുക, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച്
മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് കൃത്യമായി സംസാരിക്കും. उसके 14 वचन में ऐसा लिखा है, इसलिए देखो मैं उसे मोहित करके जंगल में ले जाऊंगा और वहां उससे शांति की बातें कहूंगा. ഞാൻ അവളോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യുകയോ അവളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയില്ല. മറിച്ച് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും നൽകും എന്നാണ് ദൈവം അവിടെ പറയുന്നത്. वहां पे हम देखते हैं परमेश्वर क्या कहते हैं, मैं उससे पलटा नहीं लूंगा, कुछ भी उसको उत्तर नहीं दूंगा, परंतु मैं उसे दाख की बारियां दूंगा और अखोर की तराई को आशा का द्वार उसके लिए बना दूंगा, ऐसे परमेश्वर वहां कहते हैं. ഇവിടെ ദൈവത്തിന് തന്റെ ജനമായ ഇസ്രായേലിനോട് പറയാനുള്ള ഒരു സന്ദേശമാണ് ഹോശേയയുടെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും നൽകുന്നത്. यहाँ पे हम देखते हैं इज़राइल जन को परमेश्वर किस संदेश के द्वारा बात करना चाहते थे, वही बात होशिया के जीवन के द्वारा, उसके जीवन के हर एक बातों के द्वारा परमेश्वर ये संदेश जो है इज़राइल जन तक पहुंचाते हुए. വലിയവനായ ദൈവം തന്റെ കരുണയാൽ ഇസ്രായേലിനെ തന്റെ പ്രിയ ജനമായിട്ട് തെരഞ്ഞെടുത്തു. तो परमेश्वर पिता ने अपने करुणा के अनुसार इज़राइल जन को अपना संतान बनाकर उनको बुला लिया, चुन लिया. എന്നാൽ ദൈവത്തോട് വിശ്വസ്തമായി ഇരിക്കേണ്ടതിന് പകരം അവര് പിന്നെയും ബാലിനെയും മറ്റ് ജാതീയ വിഗ്രഹങ്ങളെയും ജാതീയ ദേവന്മാരെയും സേവിക്കുന്നതാണ് കാണുന്നത്. परंतु हम यहाँ देखते हैं कि परमेश्वर के साथ ईमानदारी के साथ विश्वास से योग्य रहने के बजाय वो अन्य जाति के जो ईश्वर है, जो बाल देव है, उन सभी के पीछे जाते हुए इज़राइल जन को हम देखते हैं. പക്ഷേ വലിയവനായ ദൈവം അവരോട് വീണ്ടും കരുണയോടെ പെരുമാറുന്നു, അവരോട് ഹൃദ്യമായിട്ട് സംസാരിക്കുന്നു. परंतु परमेश्वर पिता उनके साथ फिर से दया करते हैं और उनसे बहुत ही प्रेम से बातें करते हैं. അവരോട് പറയുന്നു, ഞാൻ നിനക്ക് മുന്തിരിത്തോട്ടങ്ങളെ ഇനിയും തരും, മാത്രമല്ല ആഖോർ താഴ്വരയെ നിനക്ക് വലിയ പ്രത്യാശയുടെ ഒരു വാതിലായിട്ട് ഞാൻ തുറന്നു തരും എന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നു. यहाँ देखते हैं परमेश्वर इज़राइल जन को फिर भी कहते हैं कि मैं तुम्हें दाख की बारियां दूंगा और आखोर की तराई की आशा का द्वार तुम्हारे लिए कर दूंगा, ऐसे कहते हैं. തന്റെ ജനത്തോട് പറയാനുള്ള ഈ ഒരു സന്ദേശമാണ് ഹോശേയ പ്രവാചകന്റെ ജീവിതത്തിലൂടെയും തന്റെ വാക്കുകളിലൂടെയും ഇവിടെ വിവരിച്ചിരിക്കുന്നത്. हम देखते हैं इज़राइल जन को सुनाने वाला ये संदेश परमेश्वर के वचनों के द्वारा और होशिया जो भविष्यवक्ता है उनके जीवन के द्वारा यहाँ पे विवरण किया हुआ है. ഹോശേയ നോക്കുക, തന്റെ ഒരു സന്ദേശത്തിന് വേണ്ടി തന്റെ ജീവിതം തന്നെ ആ നിലയില് അവിശ്വസ്തയായ ഒരു ഭാര്യയെ സ്വീകരിച്ച് അവള് പിന്നെയും തെറ്റ് ചെയ്തിട്ടും അവളോട് കരുണയോടെ പെരുമാറാനും ഒക്കെ ഹോശേയ തന്റെ ജീവിതം ആ നിലയിൽ ഒഴിഞ്ഞു വെക്കുന്നു. हम यहाँ देखते हैं ये संदेश के लिए होशिया भविष्यवक्ता जो है उनके जीवन में ऐसी स्त्री के साथ रहता है जो कि अविश्वास तरीके से उसके साथ रहती है, जो विश्वास योग्य नहीं रहती है, उसके जीवन को पूरी तरीके से एकदम से बचा कर रखता है ताकि ये संदेश को वो इज़राइल जन तक पहुंचा पाए. കണ്ടോ, തന്റെ ആ സന്ദേശത്തിന് വേണ്ടി തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരാളാണ് ഹോശേയ. അതുകൊണ്ടാണ് ഹോശേയയെ കുറിച്ച് എനിക്ക് പലപ്പോഴും സഹതാപം തോന്നാറുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. इसलिए हम जब यहाँ देखते हैं कि होशिया जो भविष्यवक्ता है उन्होंने ये संदेश पहुंचाने के लिए अपनी जिंदगी को ही खराब कर दिया, इसलिए मैंने शुरुआत में कहा था कि मुझे ये होशिया जो भविष्यवक्ता है इनके विषय में बहुत ही दया आती है. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹോശേയയുടെ ജീവിതത്തിൽ നിന്ന് ഈ വാക്യത്തിലേക്ക് വരാൻ 2:15 വാക്യം. तो हम देखते भाई बहनों, हम होशिया के जीवन में आएंगे, दूसरा अध्याय उसके 15 वचन की ओर. അവിടെ നമ്മൾ കാണുന്നു, പ്രത്യാശയുടെ വാതിലായി ഞാൻ ആഖോർ താഴ്വരെ, ഒരു കണ്ണുനീർ താഴ്വരെ നിനക്ക് തുറന്നു തരും എന്ന് പറയുന്നു. तो यहाँ पे हम देखते हैं आशा के द्वार के जैसा आखोर की तराई को मैं तुम्हें दूंगा, एक रोने की तराई के जैसा, ऐसे हम यहाँ पढ़ते हैं. ഈ ആഖോർ താഴ്വര എന്തുകൊണ്ടാണ് ദൈവം പ്രത്യാശയുടെ വാതിലായി കൊടുക്കുന്നത്? ये अखोर की तराई को परमेश्वर आशा का द्वार बनाकर क्यों देते हैं? എന്താണ് ഈ ആഖോർ താഴ്വരയുടെ പ്രത്യേകത? इस अखोर की तराई की खासियत क्या है? ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ആഖോർ താഴ്വര എന്ന് പറഞ്ഞാൽ അവരുടെ നാണക്കേടിന്റെയും ലജ്ജയുടെയും പരാജയത്തിന്റെയും താഴ്വരയാണ്.
इज़राइल जन जन के अगर अखोर की तराई के विषय में इज़राइल जन सोचेंगे तो सोचेंगे कि उनके लिए एक शर्म की बात है, उनके लिए एक असफलता का कारण है, ऐसे वो सोचने लगेंगे। നമ്മൾ ഇതിനെക്കുറിച്ച് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലാണ് ആഖോർ താഴ്വരയെ കുറിച്ച് കാണുന്നത്. हम इज़राइल जन के उस इतिहास को देखेंगे तो होशेया की किताब 7 अध्याय में अखोर तराई के विषय में हम देखते हैं। ആഖോർ ആഖോർ താഴ്വരയെ കുറിച്ച് യോശുവ 7-ാം അധ്യായം അതിന്റെ ഒടുവിലത്തെ 24, 25, 26 വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾ അമ്പരന്ന് പോകും. यहोशू की किताब 7 अध्याय के 24, 25, 26 वाक्य अगर पढ़ेंगे तो वो वचन को पढ़कर हम बहुत ही आश्चर्य हो जाएंगे। അവിടെ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ ആഖാൻ എന്നൊരുവനെയും അവന്റെ ഭാര്യയെയും കുട്ടികളെയും അവന്റെ കാള കഴുത ഇതിനെയെല്ലാം കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് അഗ്നിക്കിരയാക്കി കൊല്ലുന്ന ഒരു താഴ്വരയാണ് ആഖോർ താഴ്വര. तो हम देखते हैं यहाँ पे आखान करके एक व्यक्ति, उनकी जो पत्नी, उनके बच्चे, उनकी जो भेड़ बकरियां गधा सब कुछ वो लोग जो है पूरे तरीके से आग लगाकर नाश कर देते हैं। वही अखोर की नाम की तराई है, ऐसा यहाँ हम देखते हैं। കണ്ടോ, അതിന്റെ 25-ാമത്തെ വാക്യത്തിന്റെ ഒടുവില് പിന്നെ ഇസ്രായേൽ എല്ലാം അവനെ കല്ലെറിഞ്ഞു, അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. यहाँ पे 25 वचन की दूसरी पंक्ति में हम पढ़ेंगे तो पता चलता है हमें, तब सब इजरायलियों ने उसकी पथराव किया और उनको आग में डालकर जलाया और उनके ऊपर पत्थर डाल दिए। അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി, അത് ഇന്നു വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി, അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു. उसका 26 वचन, और उन्होंने उसके ऊपर पत्थरों का बड़ा ढेर लगा दिया जो आज तक बना है। तब यहोवा का भड़का हुआ कोप शांत हो गया, इस कारण उस स्थान का नाम आज तक आखोर तराई पड़ा है। പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യത്തിൽ നടുങ്ങിപ്പോകും ഈ ഭാഗം വായിച്ച്. तो प्रियजनों, ये इस पंक्ति को जब हम पढ़ते हैं तो हम बहुत ही घबरा जाते हैं। ഈ ഇസ്രായേൽ മക്കള് പ്രത്യേകിച്ച് മോശയുടെ പിൻഗാമിയായ യോശുവയുടെ നേതൃത്വത്തിൽ ഇവരെല്ലാം കൂടെ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും പെൺമക്കളെയും സ്വത്തിനെയും എല്ലാം കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞ അവരുടെ മേൽ കൽക്കുന്ന് കൂട്ടി ആ താഴ്വരയ്ക്ക് ഒരു പേരിട്ടു, ആഖോർ താഴ്വര. तो हम यहाँ देखते हैं इज़राइल जन जो है सब मिलकर यहोशू जब उनका नेता था, उस समय में अखान करके नाम की जो व्यक्ति, उनकी बीवी, उनकी बेटियां, उनके बच्चे, उनके जितनी भी भेड़ बकरी है सब कुछ लाकर पथराव कर उनको आग लगाकर उनके ऊपर पत्थरों का बेड़ लगाकर उन लोग को मार डालते हैं और उस स्थान का नाम वो लोग रखते हैं अखोर की तराई करके। ഇവരെന്തിനാണ് കണ്ണിൽ ചോരയില്ലാതെ എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ ഇങ്ങനെ ഈ ആഖാൻ എന്ന് പറഞ്ഞ മനുഷ്യനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഈ മട്ടിൽ ക്രൂരമായിട്ട് ഇടപെട്ടത്? तो हमें ऐसा लगता है इनकी आंखों में बिल्कुल दया ना होते हुए ये आखान और उसके परिवार के साथ बिल्कुल निर्दय होके ऐसा काम उन लोगों ने क्यों किया है? നമുക്ക് ആ പശ്ചാത്തലം അറിയാം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. हमें उसके बारे में पता है तो उसके विवरण में मैं नहीं जाऊंगा। എങ്കിലും അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഈ ആളിനെ ഈ നിലയില് ഒരു ന്യായവിധിക്ക് ഇരയാക്കിയത് എന്ന് വളരെ വേഗത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയാം. तो सिर्फ उसको मालूम करने के लिए कि ये व्यक्ति को क्यों इस अवस्था में लाकर उनके ऊपर ऐसा सब अत्याचार किया, ये बताने के लिए थोड़ी बातें मैं बता सकता हूँ। ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് മോശ കൊണ്ടുവന്ന് യോർദാൻ നദിയുടെ അരികെ വരെ കൊണ്ടുവന്നു. അതിനുശേഷം ദൈവം മോശയെ എടുത്തു. हम देखते हैं योशुआ जो है इज़राइल जन को योर्दान की जो नदी है उसके करीब तक लेके आए और फिर परमेश्वर ने मूसा को जो है उठा लेता है। തുടർന്ന് ഈ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിലേക്ക്, കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്വം, ദൗത്യം യോശുവയ്ക്കാണ് ദൈവം നൽകിയത്. उसके बाद इज़राइल जन को कनान जो देश है उसकी ओर लेके जाने के लिए जो नेता है, जो जिम्मेदारी है, यहोशू को दे देते हैं। ये हम देखते हैं അവരെ വളരെ അത്ഭുതകരമായ നിലയിൽ യോർദാൻ നദി
കുറുകെ കടന്ന് കനാൻ ദേശത്തെത്തുന്നു. तो हम देखते हैं बहुत ही अद्भुत तरीके से योर्दान की नदी को पार कर कर वो कनान के उस देश पर आ जाते हैं. നിങ്ങൾ അതിന്റെ തൊട്ട് മുമ്പിലുള്ള അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അത് വളരെ നമുക്ക് മനസ്സിലാവും. तो उसके पहले के अध्याय को अगर आप पढ़ के देखोगे तो आपको बहुत अच्छे से समझ में आ जाएगा. യോർദാൻ നദി അവർക്ക് വേണ്ടി അതിന്റെ ഒഴുക്ക് നിർത്തി ഇസ്രായേൽ ജനമെല്ലാം അക്കരെ കടന്നതിന് ശേഷമാണ് യോർദാൻ വീണ്ടും ഒഴുകി തുടങ്ങിയത്. तो हम देखते हैं वहां पर योर्दान नदी अपना जो बहाव है वो बंद कर देता है और जब तक इजराइल जन उस पार नहीं पहुंचते तब तक वो बंद कर देता है. इजराइल जन जो पार पहुंचने के बाद ही वो योर्दान जो नदी है फिर से बहने लगती है. അങ്ങനെ ദൈവം വളരെ പ്രകടമായ ഒരു അത്ഭുതം ചെയ്താണ് ഈ ഇസ്രായേലിനെ അക്കരെ കനാൻ നാട്ടിലെ പ്രവേശിപ്പിച്ചത്. तो हम देखते हैं परमेश्वर ने बहुत ही अद्भुत एक काम कर कर इजराइल जन को जो है कनान देश की ओर उनको उस पार लेके जाते हैं. പക്ഷെ ആ കനാൻ നാട്ടിൽ അവർ എത്തിക്കഴിഞ്ഞപ്പോ ഇതാ അവർക്ക് മുമ്പാകെ ഒരു ഭീഷണിയായിട്ട് യെരിഹോ എന്ന പട്ടണം ഉയർന്നു നിൽക്കുന്നു. तो उस कनान देश में जब पहुंच जाते हैं तब हम देखते हैं कि उनके विरोध में एक यरीहो जो शहरपना है, बहुत ही बड़ा शहरपना उनके विरुद्ध खड़ा रहता है. കനാൻ നാട്ടിലെത്തിയ ശേഷം അവരുടെ മുമ്പിൽ ഉയർന്ന ആദ്യത്തെ വെല്ലുവിളി, तो कनान देश में पहुंचने के बाद उनको हुआ पहला जो विरुद्ध उनका खड़ा हुआ एक चेतावनी. യെരിഹോവിന് ആ പട്ടണത്തിന് ചുറ്റും വലിയ ഒരു കോട്ട, ഒരു കനത്ത മതിലുണ്ടായിരുന്നു. तो उस यरीहो जो शहर था उसके चारों तरफ बड़ी एक शहर पना थी, बहुत ही ऊंची थी वो. ഈ ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെയാണ് ഈ യെരിഹോ കീഴടക്കി തുടർന്ന് കനാൻ നാടിനെ മുഴുവൻ അവരുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടതെന്ന് സത്യത്തിൽ അറിഞ്ഞുകൂടാ. तो इजराइल जन को पता नहीं चल रहा था कि इजराइल जो यरीहो की जो शहर है उसके अंदर कैसे जाए और फिर बाद में कनान देश को किस किस तरीके से उनके अधीन में लेके आए, ये उनको समझ नहीं आ रहा था. അവരുടെ വാളും കുന്തവും ഒക്കെ ഈ യെരിഹോവിന്റെ കനത്ത മതിലിനോട് ഒന്നും ചെയ്യാൻ കഴിയില്ല. तो उनके पास जो भी तलवारें थी, जो भी जो हथियार उनके पास थे, वो जो यरीहो का जो शहरपना है उसके साथ कुछ नहीं हो सकता था. അവരുടെ മുമ്പിലുള്ള ആദ്യത്തെ വെല്ലുവിളിയാണ്, ഇവിടെ യെരിഹോവിന്റെ മുമ്പിൽ തോറ്റുപോയാൽ തുടർന്ന് കനാനിലുള്ള മറ്റ് ജാതികളെല്ലാം കൂടെ ചേർന്ന് ഇവരെ അവിടുന്ന് തുരത്തിക്കളയും. तो उनके लिए बहुत ही बड़ा सवाल ये था कि अगर यरीहो की ये जो शहरपना को वो अंदर नहीं जाएंगे तो वहाँ की जितनी भी जातियां हैं उस कनान शहर में, उस देश में, वो सारे लोग मिलकर इनको पूरे इस देश से ही बाहर निकाल देंगे. അതുകൊണ്ട് ഒരു കാരണവശാലും യെരിഹോയുടെ മുമ്പാകെ തോൽക്കാനായിട്ട് പാടില്ല. इसीलिए उस यरीहो जो दीवार है उसके वो जो शहर में हमें हारना ही नहीं है कोई भी वजह से. പക്ഷെ യുദ്ധം വലുതായിട്ട് അറിഞ്ഞുകൂടാത്ത, വലിയ ആയുധങ്ങളൊന്നുമില്ലാത്ത ഇസ്രായേൽ ജനം ഈ വലിയ കോട്ടയുള്ള യെരിഹോവിനെ എങ്ങനെ കീഴടക്കും? तो हम देखते हैं जो जिनको युद्ध की कोई भी पहचान नहीं है, जिनके पास ज्यादा कोई हथियार भी नहीं है, वो इस यरीहो का जो दीवार है इसको कैसे इसके ऊपर जय पा सकते हैं. ദൈവം തന്നെ ഇസ്രായേൽ തന്റെ ജനത്തിന്റെ തുണയ്ക്കായിട്ട് ഇറങ്ങി വന്നു. तो वहां पे हम देखते हैं परमेश्वर खुद इजराइल जन की सहायता के लिए उतर कर आते हैं. യോശുവയ്ക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. यहोशू को बहुत ही एक अच्छा एक निर्देश उन्होंने दिया. പുരോഹിതന്മാര് പെട്ടകവുമായിട്ട് മുൻപിൽ നടക്കണം. याजक लोग जो है अपना जो संदूक लेकर आगे चलना चाहिए ജനമെല്ലാം പിന്നാലെ ഈ പെട്ടകത്തിന് പിന്നാലെ നടക്കണം. और पूरे जो जन है ये संदूक के पीछे पीछे चलने चाहिए. അങ്ങനെ ഈ യെരിഹോ മതിലിന് ചുറ്റും ഒരു ദിവസം ഒരു വട്ടം വീതം അങ്ങനെ 6 ദിവസം നടക്കണം. तो ये एक जो दीवार है यरीहो का, यहाँ पर एक दिन में एक पूरा चक्कर लगाना है. ऐसे 6 दिन तक उनको चक्कर लगाना है. 7ാം ദിവസം അവരെ 7 വട്ടം ഈ യെരിഹോവിനെ പ്രദക്ഷിണം ചെയ്യണം. तो 7वें दिन में 7 बार इस यरीहो का जो दीवार है उसके 7 बार उनको चक्कर काटना है. അങ്ങനെ 7ാമത് വട്ടം ഈ പ്രദക്ഷിണം ചെയ്ത് 7ാമത്തെ ദിവസം 7 വട്ടം പ്രദക്ഷിണം ചെയ്ത ശേഷം ജനം അത്യുച്ചത്തിൽ ആർപ്പിടുമ്പോൾ ദൈവം തന്നെ ഈ യെരിഹോ മതിലിനെ തകർന്നു വീഴാനിടയാണ്. तो 7वें दिन में जब 7 बार इस यरीहो के चारों तरफ चक्कर काट के आकर इजराइल जन मिलकर परमेश्वर की बहुत ही ऊंची आवाज की स्तुति आराधना करेंगे, तब ये जो यरीहो का जो दीवार है वो पूरी तरीके से वहां गिर जाएगा. അപ്പോൾ ഇസ്രായേൽ മക്കൾ നേരെ ആ തകർന്നു വീണ ആ മതില് ഭേദിച്ച് നേരെ കടന്ന് അവരെ എല്ലാം നശിപ്പിച്ച് ആ സ്ഥലം സ്വന്തമാക്കിയാൽ മതി. तो
तो वहां पे क्या देखते हैं कि जब ये जो यरीहो का जो दीवार है पूरी तरह से गिर जाता है, फिर इज़राइल जन उसके अंदर जाते हैं, उस शहर को जो है अधीन में कर लेते हैं उस शहर को। ഇതാണ് ദൈവം യോശുവയോട് കൽപ്പിച്ചത്. तो यही परमेश्वर यहोशू को आज्ञा देते हैं। നോക്കുക, സത്യത്തില് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവം തന്നെയാണ്. तो यहाँ पे देखिए परमेश्वर खुद ही इनके लिए युद्ध करते हैं यहाँ पर। അവര് നേരെ ഇതിന് ചുറ്റും നടക്കുക, 7ാമത്തെ ദിവസം 7 വട്ടം ചുറ്റി നടക്കുക, തുടർന്ന് ആർപ്പിടുക, ഇത്രയും ചെയ്താൽ മതി. तो उनको सिर्फ इतना ही काम करना है, इसके एक दिन करके एक चक्कर काटना है, फिर 7वें दिन में 7 बार इसकी चक्कर काटना है, फिर परमेश्वर की ऊंची आवाज से स्तुति करना है, इतना ही काम उन्हें करना होता है। പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ യോശുവ തന്റെ ജനത്തോട് ഒരു കാര്യം പറഞ്ഞു. ऐसे करने के समय यहोशू जो है उस जन से एक बात कहता है। യോശുവ പറഞ്ഞു, ഈ എരീഹോ പട്ടണവും അതിലുള്ള സകല സമ്പത്തും വസ്തുവകകളും എല്ലാം ദൈവത്തിന് ഒരു ശപഥത്താൽ അർപ്പിതമാണ്. तो वो उनसे कहता है कि जो यरीहो का जो शहर है उसके अंदर की जितनी भी वस्तुएं हैं सब कुछ परमेश्वर के लिए एक शराब का अर्पण है। നിങ്ങൾ അതെല്ലാം നശിപ്പിച്ചാൽ മതി, അതിൽ നിന്നൊന്നും ഒരാൾ പോലും ഒരു കാര്യം പോലും എടുക്കരുത് എന്ന് പറഞ്ഞു. तो वहां पे उनसे कहते हैं कि ये सारी जो चीजें आपको दिखती है उन सब का नाश करना है, एक भी चीज कोई भी व्यक्ति इसमें से कुछ भी उठाना नहीं चाहिए। ഇസ്രായേൽ മക്കളെല്ലാം സമ്മതിച്ചു. അവര് എരീഹോവിനെ ചുറ്റി നടക്കാനായിട്ട് ആരംഭിച്ചു. इजराइल जन ने इस बात के लिए अनुमति दी, हाँ कह दिया, और फिर यरीहो का जो दीवार है उसके चारों तरफ वो चलने लगे। അവസാനം 7ാം ദിവസം ഈ എരീഹോ മതിൽ ഇടിഞ്ഞു വീണു. അവര് ചെന്ന് ഈ രാജ്യത്തെ നിർമൂലമാക്കി അതിനെ അവർ സ്വന്തമാക്കി. तो 7वें दिन देखते हैं कि हम वो शहर पूरी तरीके, वो जो दीवार है वो टूट जाती है, गिर जाती है, फिर वो शहर को पूरी तरीके से नाश कर वो अपना अधीन में कर लेते हैं। അവര് യോശുവ കൽപ്പിച്ചതുപോലെ ഒരു കൊള്ള വസ്തുക്കൾ ഒന്നും എടുക്കാതെ ആ നിലയില് ദൈവത്തിന്റെ ശപഥാർപ്പിതമാണ് അതെന്ന് കണ്ട് അതിനെ മുഴുവൻ നശിപ്പിച്ചു. तो जैसे कि होशू ने कहा था वैसे ही परमेश्वर के लिए वहाँ की जो भी चीजें हैं सब कुछ शाप अर्पित है कर उस चीजों को बिल्कुल भी इजराइल जन लेते नहीं है। അങ്ങനെ ഇസ്രായേൽ മക്കളുടെ കനാനിലെ ആദ്യത്തെ വളരെ ചരിത്രപ്രസിദ്ധമായ വിജയം. तो वहां पे हम देखते हैं इजराइल जन का पहला इतिहास में पहला जय होता है उस कनान के पहले शहर पर। തുടർന്ന് അവിടെ ഒരു ചെറിയ പട്ടണം ഹായി എന്ന് പറയുന്ന അടുത്ത പട്ടണത്തെ കീഴടക്കാനായിട്ട് അവർ പോകും. फिर हम देखते हैं बाद में हाई करके एक शहर को अधीन में करने के लिए वापस वो उनका जो यात्रा है वो जारी रखते हैं। അവിടെ ചെന്നപ്പോ പക്ഷേ അതിനെ ഉറ്റുനോക്കാൻ പോയവര് പറഞ്ഞു, നമ്മൾ ഒത്തിരി പേര് പോകണ്ട, ഇതൊരു ചെറിയ പട്ടണമാണ്, എരീഹോവിനെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു വെല്ലുവിളി മാത്രമാണ്, 2000-3000 പേര് യുദ്ധത്തിന് പോയാൽ മതി എന്ന് ചാരന്മാര് പോയി നോക്കിയിട്ട് വന്ന് യോശുവയോട് പറയുന്നു. तो हम देखते हैं वहां पे जो दूसरे शहर है उसको देखने के लिए कुछ लोगों को भेजते हैं, वो जाकर देखकर वापस आकर कहते हैं कि ये यरीहो जैसा बड़ा शहर नहीं है, बहुत ही छोटा शहर है, तो 2000 या 3000 व्यक्तियां बस इसको हम बहुत जल्दी से इसको अधीन में कर सकते हैं, ऐसे आकर वो कहते हैं। 7ാമത്തെ അധ്യായം, യോശുവയുടെ പുസ്തകം 7ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ സംഭവം കാണാൻ കഴിയും. तो यहोशू का किताब 7 अध्याय में पहले वचन से अगर देखा जाए तो ये सब जो हुआ है वहां पे मामले हमें दिखते हैं। പക്ഷേ ഇസ്രായേൽ ജനം ഹായിയുടെ നേരെ യുദ്ധത്തിനായിട്ട് പോയപ്പോ പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചത്. परंतु जब हम देखते हैं कि इजराइल जन जो हाई शहर है उसके विरुद्ध में जो युद्ध के लिए जाता है, जैसे उन्होंने कल्पना की थी बिल्कुल वैसा होता नहीं है। ഹായ് പട്ടണക്കാർ ഇസ്രായേൽ മക്കളെ തോൽപ്പിച്ചു. അവരിൽ 36 പേരെ കൊന്നുകളഞ്ഞു. तो हाई के जितने शहर के लोग थे इजराइल जन को उन्होंने हरा दिया, उनके 36 जनों को मार भी दिया। അതിന്റെ 5ാമത്തെ വാക്യത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത്, അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയി തീർന്നു ആ പരാജയത്തിന് മുമ്പിൽ. तो हम उसी अध्याय के 5 वचन की आखिरी पंक्तियों में हम पढ़ते हैं, इस वजह से इजराइल जन का मन जो है पिघल कर जल सा बन गया था। യോശുവയും തന്റെ വസ്ത്രം കീറി ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പാകെ കിടന്ന് വിലപിക്കുന്നു. तो यहाँ पे हम देखते हैं योशुआ ने भी अपने वस्त्र फाड़ कर इजराइल के वृद्ध लोगों यहोवा के संदूक के सामने मुंह के बल गिरकर पृथ्वी पर सांझ तक पड़े रहते हैं। ദൈവമേ, എന്തിനാണ് ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? परमेश्वर ऐसा आपने हमारे साथ क्यों किया? നീ എരീഹോ പട്ടണത്തെ ഞങ്ങളുടെ കയ്യിൽ ഒരു തളികയില് വെച്ച് തരുന്ന പോലെ ഒരു വിജയം എരീഹോ പട്ടണത്തിന് മേൽ ഞങ്ങൾക്ക് തന്നു.
यरीहो का जो शहर है, उसका जो सफलता है, उसका जो जय है, एक पात्र में डालकर हमें उसका जय हमको दे दिया आपने। എന്നാൽ ഈ ഹായി പട്ടണം അതിനേക്കാൾ ഒരു കൊച്ചു പട്ടണം അതിന്റെ മുമ്പാകെ ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റുപോയി? हाई जो शहर है और यरीहो शहर के सामने बहुत ही छोटा-सा शहर है, परंतु उसके सामने हम ऐसे क्यों हार गए हैं? അപ്പോഴാണ് ദൈവത്തിന്റെ വെളിപ്പാട് യോശുവയ്ക്ക് ലഭിക്കുന്നത്. तब हम देखते हैं परमेश्वर उसको प्रकटीकरण देता है। എന്താ കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ എരീഹോവിൽ ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് പാലിച്ചില്ല. അതുകൊണ്ടാണ് ഇവിടെ തോൽക്കാൻ നിങ്ങളെ ഇടയാക്കിയത്. और यहाँ पे परमेश्वर यहोशू को कहते हैं कि यरीहो में जो भी आज्ञाएँ मैंने दी थी, वो सब पूरी तरीके से तुम लोगों ने नहीं माना है, इसलिए ये जो पराजय है इस शहर में तुम्हारे लिए हुआ है। എരീഹോ പട്ടണത്തിലേതെല്ലാം ശവദാർപ്പിതമാണ്, ഒന്നും എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. तो मैंने यरीहो के शहर में ये बोला था कि यहाँ पे जो भी वस्तु है सब परमेश्वर के लिए अर्पित है, इसमें से कुछ भी तुमको उठाना नहीं है। പക്ഷെ നിങ്ങളിൽ ഒരാൾ അത് കേട്ടില്ല. അവൻ എന്റെ കൽപ്പനയെ ലംഘിച്ച് ആ ശാപം ഇസ്രായേലിന് മുഴുവൻ വരുത്തി വെച്ചു. അതുകൊണ്ടാണ് ഹായിയുടെ മുമ്പിൽ തോൽക്കാൻ ഞാൻ ഇടയാക്കിയത്. उसमें आप में से एक जन ने मेरी इस आज्ञा का पालन नहीं किया, उसने वो शब्दार्थ में से कुछ ले लिया, इसीलिए जो है उसी वजह से तुम्हारी की जो इस शहर में आकर जिस असफलता पराजय जो है उस श्राप की वजह से तुम्हारे ऊपर आया है। അതുകൊണ്ട് നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഈ ശാപം നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞാൻ തുടർന്നും മുന്നോട്ട് ജയത്തോടെ നടത്തും. ഇതായിരുന്നു ദൈവം നൽകിയ അരുളപ്പാട്. फिर परमेश्वर उसको ये प्रकटीकरण देते हैं कि जागरूक रीति से ये श्राप को पूरी तरीके से तुम्हारे बीच में से हटाने के लिए अगर तुम बहुत ही मेहनत करोगे तो मैं तुम्हें आगे की और तुम्हारी बहुत ही अच्छी तरीके से अगुवाई करूंगा, ऐसे एक प्रकटीकरण परमेश्वर उसको देते हैं। ഇതിനെ തുടർന്ന് യോശുവ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റു. इसके बाद यहोशू जो है वहां पे पड़ा हुआ था, वहां से उठ जाता है। ആരാണ് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ശബദാർപ്പിത വസ്തുക്കൾ സ്വന്തമാക്കിയത്? कौन है जिसने परमेश्वर की आज्ञा का उल्लंघन कर कर जो परमेश्वर को अर्पित किया वस्तुओं को ले लिया है? ഇസ്രായേൽ മക്കളെ മുഴുവൻ വരുത്തി इजराइल जन को पूरा उन्होंने बुला लिया, അവർക്ക് ചീട്ടിട്ടു. उनके नाम पर चिट्ठियां डाली गई। അവസാനം ഈ ആഖാൻ പിടിക്കപ്പെട്ടു. आखिरी में हम देखते हैं आखान को पकड़ लेते हैं। യോശുവ ചോദിച്ചു, ആഖാനെ നീ എന്താ ചെയ്തത്? यहोशू उसको पूछते हैं कि आखान तूने क्या किया है? അതിന്റെ 27ന്റെ 21ാമത്തെ വാക്യം ആഖാൻ തന്റെ തെറ്റ് ഏറ്റു പറയുന്നു. उसके 21 वचन में हम देखते हैं आखान जो है अपनी गलतियों को मान लेता है। ഞാൻ എരീഹോ പട്ടണം യുദ്ധം ചെയ്ത് ജയിച്ച് ചെല്ലുമ്പോ അവിടെ ചില കൊള്ള വസ്തുക്കൾ, തന്റെ ഹൃദയത്തിന് താല്പര്യമുള്ള ചില വസ്തുക്കൾ കണ്ടു. അത് താൻ എടുത്ത് തന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് ആഖാൻ പറയുന്നു. तो आखान वहां पे कहता है कि जब हम उस शहरपनाह के जो शहरपनाह के अंदर गए थे तो बहुत ही मन भावनी चीजों को वहां पर मैंने देखा, उसे मैंने उठा लिया और मेरे तंबू में जाकर मैंने उसको छिपा के रख दिया। അതിന്റെ 7ന്റെ 21ാമത്തെ വാക്യത്തിൽ ഞാൻ ഒരു ബാബിലോന്യ മേലങ്കി 200 ശേക്കൽ വെള്ളി 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടി എന്നിവ കണ്ടു മോഹിച്ചു എടുത്തു. और उसी अध्याय के 21 वचन में हम देखते हैं कि जब मैं जो लूट ने शिनार देश का एक सुंदर ओढ़ना और 200 शेकेल चांदी और 50 शेकेल सोने की एक ईंट देख पड़ी, तब मैंने उनका लालच करके उन्हें रख लिया। കണ്ടോ, ആഖാൻ അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. आखान ने बहुत ही सुंदर तरीके से उसे बता दिया। അവ 3 കൊച്ചു ക്രിയാപദങ്ങളിലാണ് തനിക്കുണ്ടായ ആ പരീക്ഷയെ ആഖാൻ നിർവചിച്ചിരിക്കുന്നത്. तो वहां पे 3 बातों के द्वारा तुझे उसको जो प्रलोभन आया था उसके बारे में विवरण करता है वहां पर। ഞാൻ ഈ മേലങ്കിയും വെള്ളിയും പൊൻകട്ടിയും ഒക്കെ കണ്ടു മോഹിച്ചു എടുത്തു. वो ओढ़नी चांदनी का जो ईंट है, इन सब चीजों को देखा, उसके ऊपर मुझे लालच आया और मैंने उसे ले लिया। പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ പരീക്ഷയിൽ വീണു പോകുമ്പോൾ ഈ 3 കാര്യങ്ങളല്ലേ നടക്കുന്നത്. प्रिय भाई बहनों, हम भी जब भी हमारे जीवन में परीक्षाओं में गिर जाते हैं, प्रलोभन आते हैं हमें, तो ये 3 ही चीजें हमारे जीवन में भी होती हैं। കണ്ടു മോഹിച്ചു എടുത്തു. देखा, लालच किया और ले लिया। നമുക്ക് പലരുടെ അനുഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. हमें बहुत लोगों का जो अनुभव है वो याद आता होगा। ദാവീദ് ഒരിക്കല് താൻ ഉറക്കം കഴിഞ്ഞ് മട്ടുപ്പാവിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോ ഒരു കാര്യം കണ്ടു,
മോഹിച്ചു, അതിന് കീഴടങ്ങി. അതിന്റെ ഫലമായിട്ടാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഇരുളടഞ്ഞ ഒരു അധ്യായം ഉണ്ടായത്. तो हम देखते हैं दाऊद की ज़िंदगी में एक बार वो सो के उठता है सुबह और उसके जो जिस शहर जो घर का जो ऊपर चलता है वहाँ पर तो वो देखता है, उसके ऊपर लालसा करता है, फिर वो जो है उसके लिए अधीन हो जाता है। वैसे ही उसके जीवन में एक अंधकार का एक जो अध्याय है वो जुड़ जाता है। ബത്ശേബ സംഭവമാണ് നമുക്കറിയാം. हमें पता है बत्सेबा की जो विषय में था वो കണ്ടു, കാഴ്ചയിലൂടെയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ആ കാര്യം വരുന്നത്. हम देखते हैं, हम देखने के द्वारा ही वो जो चीज़ है हमारे अंदर आ जाता है। ഓ യാക്കോബ് പറയുന്നത് പോലെ ആ കാര്യം കണ്ട ആ കാര്യം ഉള്ളില് അതുമായിട്ട് മോഹിക്കുമ്പോ ആ നിലയില് എന്ത് സംഭവിക്കുന്നു? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കണ്ടു, മോഹിച്ചു, എടുത്തു. ഇതാണ് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. याकूब जैसे कहते हैं कि देखकर वो हमारे हृदय में जाकर एक लालसा को उत्पन्न करता है और लालसा का गर्भ धारण करके वो पाप को जन्म देता है। वैसे ही दाऊद के जीवन में भी होता है कि वो देखता है, लालसा करता है और उस पाप में और गिर जाता है। അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മൾ ഈ 3 പടികൾ ഉണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ജാഗരൂകരായിരിക്കണം. तो हमारे जीवन में प्रियजनों, अगर ये 3 सीढ़ियां हैं तो पहले ही सीढ़ी पर हमें बहुत ही जागरूक रहना है। നമ്മുടെ ഹൃദയത്തിലേക്ക് പല കാര്യങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. तो हमारे हृदय में बहुत सारी चीजें आती है, हमारे जो 5 तंत्र है हमारे शरीर के उसके द्वारा ही आती है। ആഖാനെ സംബന്ധിച്ചും ഈ പരീക്ഷ ഉണ്ടായത് അവൻ അത് കണ്ടു, മോഹിച്ചു, എടുത്തു, ഇപ്പോഴവൻ പിടിക്കപ്പെട്ടു. तो आखान के जीवन में भी ऐसे ही प्रलोभन हुआ, उसने देखा, उसके ऊपर लालसा किया, फिर उसने वो ले लिया, फिर वो पकड़ा गया। യോശുവ തുറന്ന് ചോദിച്ചു, ആട്ടെ ഇതൊക്കെ എന്തി? तो യോശുവ ने उसको बहुत ही खुलकर पूछा कि ये सब कहाँ है, क्या किया तूने? ഇതൊക്കെ ഞാൻ എന്റെ കൂടാരത്തിൽ ആ നിലയില് അത് നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. तो उसने उनको उत्तर दिया कि मैंने वो सारी चीजों को मेरे तंबू के नीचे गाड़ कर रख दिया है मैंने। അപ്പൊ അവന്റെ വീട്ടുകാർക്കും ആ കാര്യത്തിൽ ഒരു പങ്കാളിത്തമുണ്ട് എന്ന് മനസ്സിലായി. तो उसमें हमें ये समझ में आता है कि उसके परिवार के लोग भी उसमें संगी थे। തുടർന്ന് ദൈവത്തിന്റെ കോപം ഒഴിവാക്കാൻ വേണ്ടി ഈ ആഖാനെയും അവന്റെ ഭാര്യയെയും പുത്രന്മാരെയും പുത്രിമാരെയും വസ്തുവകകളെയും എല്ലാം കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് അഗ്നിക്കിരയാക്കി ആ ശാപം അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. इसलिए बाद में हम देखते हैं कि ये श्राप से मुक्त होने के लिए आखान को, उसकी पत्नी को, उनकी बेटी बेटियां, उनके जितने भी वस्तु है सब कुछ लेके आकर पथराव कर कर उस पत्थर का एक गढ़ बनाकर उसके अंदर पूरी तरीके से उन्हें नाश कर देते हैं ताकि वो श्राप से मुक्त हो जाए। ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ പേരാണ് ആഖോർ താഴ്വര. ये जो जो ये सब विषय हुआ उस स्थान का नाम है अखोर की तराई। അപ്പോ ആഖോർ താഴ്വര എന്തിനെയാ പ്രതിദാനം ചെയ്യുന്നത്? तो अखोर तराई जो है किस चीज को दर्शाती है? അത് ദൈവകൽപ്പനയെ ലംഘിച്ചതിനെ പ്രതിദാനം ചെയ്യും. तो परमेश्वर की आज्ञा को जो उल्लंघन हुआ है उसको वो दर्शाता है। ഇസ്രായേൽ മക്കളുടെ തോൽവിയെ പ്രതിദാനം ചെയ്യും. तो इज़राइल जन का जो असफलता है, पराजय है, उसे वो दिखाता है। ഭയപ്പെടുത്തുന്ന ന്യായവിധിയെ പ്രതിദാനം ചെയ്യും. हमें डराने वाला जो न्याय के विषय में हमें दिखाता है। ആഖോർ താഴ്വര എന്ന് പിന്നീട് ഇസ്രായേൽ മക്കൾ കേട്ടാൽ അവർ നടുങ്ങിപ്പോകും. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ട്. तो अखोर की तराई के बारे में बाद में जब इज़राइल जन सुनते हैं तो वो सुनकर वो बहुत ही भयभीत हो जाते हैं क्योंकि उसकी जो याद है उनके मन में बसी हुई है। ഞാൻ ചിലപ്പോൾ സങ്കല്പിക്കാറുണ്ട്, ഒരുപക്ഷെ ജനമൊക്കെ ആളുകള് ഈ ആഖോർ താഴ്വരയിലൂടെ നടക്കാൻ പോലും പേടിച്ചിരിക്കും, അതിനെ വിട്ടൊഴിഞ്ഞായിരിക്കും അവർ നടന്നു പോകുന്നത്. तो मैं ऐसे भी कल्पना करता हूँ कि लोग जो है अखोर की तराई से चलने के लिए भी डरते होंगे, वो रास्ता छोड़कर दूसरे रास्ते से जाते होंगे लोग। ഒരു കൽക്കുന്ന് അവിടെ കൂട്ടിയിട്ടുണ്ട്. एक बड़ा पत्थर का जो गढ़ है वहाँ पे बड़ा बना हुआ है। കൊച്ചുകുട്ടികൾ വല്ലതും അപ്പന്റെ കൈ പിടിച്ച് ആ വഴിക്കൂടെ നടക്കുമ്പോ ആ കൽക്കുന്ന് കണ്ടിട്ട് ചോദിക്കും, അപ്പ അതെന്താ? जो छोटे बच्चे लोग अगर अपने पिता का हाथ पकड़कर वहां से चलते होंगे तो उनको पिता को पूछते होंगे इस पत्थर के ढेर को देखकर कि पिता ये क्या है? ചരിത്രം അറിയാവുന്ന പിതാവ് പറയും, മോനെ അത് നമ്മുടെ നാണക്കേടിന്റെ സ്ഥലമാണ്, നമ്മുടെ പരാജയത്തിന്റെ സ്ഥലമാണ്, ദൈവത്തിന്റെ ന്യായവിധിയുടെ സ്ഥലമാണ്. तो जिनको इतिहास पता है वो पिता ऐसा कहेगा कि ये हमारा न्याय का जगह है, हमारा जो असफलता हुआ था वो जगह है, जहाँ पे वचन का उल्लंघन हुआ था वो जगह है। അതുകൊണ്ട് തലമുറയായി ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ
ആഘോർ താഴ്വര ഒരു ദുസ്വപ്നം പോലെ, ഒരു നടുക്കുന്ന ഒരു ഓർമ്മ പോലെ നിലനിന്നു എന്ന് വേണം കരുതാൻ. तो हम देखते हैं पीढ़ी से पीढ़ी तक ये जो अखोर की तराई है, इज़राइल जन के जो मन में एक बहुत ही भयानक एक स्वप्न के जैसा, इतिहास के जैसा ठहर चुका था। പ്രിയപ്പെട്ടവരെ, ഹോശയ്യായുടെ പുസ്തകം 2:15 വരുമ്പോ ദൈവം ഒരു പ്രത്യാശയുടെ വാതിൽ തുറക്കുന്നത് എവിടെയാണ്? ഈ ആഘോർ താഴ്വരയിൽ തന്നെയാണ്. तो हम होशे की किताब दूसरे अध्याय की 15 वचन की ओर जब हम आते हैं, तब हम देखते हैं कि परमेश्वर एक आशा का द्वार कहाँ खोलता है, वो अखोर की तराई में ही खोलता है। സഹോദര സഹോദരി, കുഞ്ഞെ ചെറുപ്പക്കാരെ, ഞാൻ ചോദിക്കട്ടെ, भाइयों बहनों, यवान जन, युवक जनों या बच्चों, मैं एक पूछूं, നമ്മുടെ ജീവിതത്തിൽ പല രംഗങ്ങളിൽ നമ്മൾ തീർത്തും പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. हमारे जीवन में बहुत सारे अवसर पर हम पूरी तरीके से पराजित हो चुके होंगे। മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ലജ്ജ തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. दूसरे लोगों को बताने में शर्म आने वाली कुछ चीजें भी हमारे जीवन में हुआ होगा। ആ സംഭവം ഓർക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല. वो चीजों को याद करने के लिए भी हम नहीं चाहते होंगे। നമ്മുടെ ജീവിതത്തിലുള്ള അത്തരം രംഗങ്ങൾ ആഘോർ താഴ്വരകളാണ്. तो हमारे जीवन में हुई ऐसी घटना जो है वो अखोर की तराई है। പക്ഷേ ഇവിടെ ഇതാ വലിയൊരു പ്രത്യാശയുടെ ഒരു സന്ദേശം ലഭിക്കുന്നു. परंतु यहाँ पे एक बड़ा एक आशा का जो संदेश है हमें मिलता है। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഘോർ താഴ്വരയെ തന്നെ ദൈവം പ്രതീക്ഷയുടെ ഒരു വാതിൽ തുറക്കും. प्रियजनों, परमेश्वर हमारी इस अखोर की तराई को आशा का द्वार बना देता है। നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ഒരു ആഘോർ താഴ്വര പോലെ, ഒരു കണ്ണുനീർ താഴ്വര പോലെയാണോ നമ്മൾ കാണുന്നത്? प्रियजनों, अभी जो जिन परिस्थितियों से गुजर रहे हैं उसको भी हमें निराश करने वाली एक आंसू की तराई या तो फिर अखोर की तराई की जैसा ही हम उसे देखते हैं क्या? നമുക്ക് ദൈവത്തിന്റെ വാഗ്ദാനം എടുക്കാം, മകനെ മകളെ, ഇവിടെ ഈ ആഘോർ താഴ്വരയിൽ തന്നെ ഞാൻ പ്രത്യാശയുടെ ഒരു വാതിൽ തുറക്കും. हम परमेश्वर के वचन लेकर ये देख सकते हैं कि मेरे पुत्र मेरे पुत्री, मैं इस अखोर की तराई में से ही तुम्हें एक आशा का द्वार खोल कर दूंगा। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം എത്ര കരുണാസമ്പന്നനായ ദൈവമാണ്. प्रियजनों, हमारा जो परमेश्वर है बहुत ही दयालु करुणामय है। നമ്മുടെ ജീവിതത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ പല പല രംഗങ്ങൾ ഈ നിലയിൽ ഉണ്ടായിരുന്നിരിക്കാം. हमारे जीवन में भी पुराने समय पर पहले दिनों में ये सारे जो अवस्था हमारे जीवन में भी हुआ होगा। പക്ഷേ നമ്മൾ അനുതാപത്തോടെ നമ്മുടെ കർത്താവിന്റെ അടുത്ത് ചെന്നപ്പോൾ കർത്താവ് അത് ക്ഷമിച്ചു, അത് മറക്കുകയും ചെയ്തു. तो परंतु हम पश्चाताप लेकर परमेश्वर के पास जाते हैं तो परमेश्वर उसे क्षमा कर देते हैं और परमेश्वर उस चीजों को भूल भी जाते हैं। ആ നിരാശയുടെയും ആ നാണക്കേടിന്റെയും സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് പുതിയ ജീവന്റെ തുടിപ്പുകൾ തരത്തക്കവണ്ണം പ്രത്യാശയുടെ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന വലിയവനായ ദൈവം. परंतु उस दुख में, उस पराजय में भी परमेश्वर हमारे लिए एक आशा का द्वार खोलते हैं। नया एक जीवन हमें प्रदान करने वाले परमेश्वर है हमारे। ഈ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം. इस परमेश्वर पर हम विश्वास करें। ഈ നമ്മുടെ ജീവിതത്തിലെ ആഘോർ താഴ്വരകളെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴെങ്കിലും വരുമ്പോൾ ഈ കാര്യം ഓർക്കുക. हमारे जीवन में जो भी अखोर की तराई के विषय में जब भी हमें याद आता है तो इस बातों को हम याद रखें। ദൈവം അതിനെ ആളുകളുടെ മുമ്പിലൊക്കെ പരസ്യമാക്കുന്ന ദൈവമല്ല. परमेश्वर सारे लोगों के बीच में इस प्रदर्शन करने वाले परमेश्वर नहीं है। പക്ഷെ അതേക്കുറിച്ചുള്ള ഓർമ്മകൾ സഹോദര സഹോദരി നിന്നെ ഒരു യഥാർത്ഥ വിനയത്തിലേക്കും താഴ്മയിലേക്കും ദൈവത്തോടുള്ള നന്ദിയിലേക്കും കൊണ്ടുവരുമ്പോൾ അതൊരു പ്രതീക്ഷയുടെ വാതിൽ തുറക്കുകയാണ്. परंतु वो सारी चीजें जो है परमेश्वर तुम्हें एक दया में, एक नम्रता में, एक अपने आप को अधीनता में लाने के लिए परमेश्वर जब उपयोग करते हैं तो वो तुम्हारे लिए नए रास्तों को, नए आशा के द्वार को तुम्हारे लिए खोलता है। പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ. मैं बहुत ही जल्दी जाता हूँ प्रियजनों। നമ്മൾ ഈ പറഞ്ഞ ഈ ആഘോർ താഴ്വര ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പിന്നീട് ഒരിക്കൽ കൂടെ ഇസ്രായേലിന്റെ നാണക്കേട് വരുത്തി വെച്ചിട്ടുണ്ട്. तो हम देखते हैं इजराइल के जो इतिहास में ये जो अखोर की तराई है एक बार फिर से इजराइल जन के लिए एक शर्म की बात बन चुकी है। 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലെ ഒരു സംഭവമാണത്. पहला राजा 17 अध्याय में इस घटना को हम देखते हैं। ഞാനത് എടുത്ത് വായിക്കുന്നില്ല, ഞാനത് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം.
मैं उसे लेकर पढ़ता नहीं हूँ, बहुत जल्दी बता देता हूँ। 17 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ തലമുറകൾ പിന്നെ കടന്നുപോയി വർഷങ്ങൾക്ക് ശേഷം വളരെ പ്രസിദ്ധനായ ഒരു പ്രവാചകൻ ഏലിയ പ്രവാചകൻ രംഗപ്രവേശം ചെയ്യും. तो पहले राजा के 17 अध्याय में हम देखते हैं बहुत सारी पीढ़ी गुजर जाती है, फिर एक बहुत ही बड़ा एक भविष्यवक्ता जिनका नाम है एलिया वहां पर प्रकट होता है। ഏലിയാവ് നമുക്കറിയാം ഈ നിലയിൽ ആഹാബിനെതിരെ ശക്തമായിട്ട് നിന്ന ആളാണ്. हम एलिया को जानते हैं, जो आहाब जो राजा था उसके खिलाफ बहुत ही शक्ति स्वरूप में खड़ा था वो। തിശ്ബ്യനായ ഏലിയാവ് വന്നിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞല്ലാതെ, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. यहाँ पे तिशबी एलिया आकर कहता है कि मैं इज़राइल का परमेश्वर यहोवा जिसके सम्मुख में उपस्थित रहता हूँ, मेरे कहने के बिना यहाँ पर मेघ नहीं बरसेगा और ओस भी नहीं पड़ेगी। ആ ഏലിയാവ് ആഹാബിനോട് ആ സന്ദേശം പറഞ്ഞതിന് ശേഷം ദൈവം അവനോട് പറയുന്നു, നീ പോയി കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. तो ये जो एलिया है, आहाब को ये सारे संदेश सुनाने के बाद परमेश्वर एलिया को कहते हैं कि तू जाकर एरीत की जो नदी है उसके पास छिपा रहे। 1 രാജാക്കന്മാർ 17-ന്റെ 5-ാമത്തെ വാക്യം. पहला राजा 17 अध्याय उसका 5 वचन है ये। യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ചെന്ന് പാർക്കുക. तो योर्दान के सामने के करीत के नाम के नाले के पास जाकर छिपा रहे। കാക്ക നിനക്ക് അപ്പവും ഇറച്ചിയും കൊണ്ടുവരും. कौवा जो है तुम्हारे लिए रोटी और जो मटन है वो लेके आएगा। നീ കെരീത്ത് തോട്ടിൽ നിന്ന് വെള്ളവും കുടിക്കണം. और तू करीत की जो नाली है उसमें से तुझे पानी पीना है। അങ്ങനെയാണെങ്കിൽ നിനക്ക് അവിടെ ജീവിക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് ദൈവം ഏലിയാവിനെ അങ്ങോട്ട് അയക്കും. तो ऐसा रहकर तू वहां पे जिंदा रह सकता है, ऐसे बोलकर परमेश्वर एलिया को वहां भेजते हैं। പ്രിയപ്പെട്ടവരെ, ഈ കെരീത്തോട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആഖോർ താഴ്വരയാണെന്നാണ് വേദപണ്ഡിതന്മാര്, ഭൂമിശാസ്ത്രം അറിയുന്നവര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. तो ये जो करीत का जो नाला है वो उस जगह पर ही अखोर की तराई है, उसके पास ही। ऐसे ही विद्वान जो पंडित लोग हैं, जो शास्त्री हैं, वो कहते हैं। ഒരുപക്ഷെ ഈ ആഖോർ താഴ്വരയിലൂടെ ആളുകൾ നടക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഏലിയാവിന് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ താഴ്വരയിലെ കെരീത്തോടിനരികെയുള്ള സ്ഥലം. क्योंकि इस अखोर की तराई में से कोई चलता आता जाता नहीं था, इसीलिए एलिया की छिपने के लिए करीत का जो नाला था वो बहुत ही अच्छा था। പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? അതാണ് ഞാൻ പറയാൻ വരുന്നത്. उसके बाद क्या होता है यही मैं बताना चाहता हूँ। ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകന് കുടിവെള്ളം നിഷേധിക്കുകയാണ് കെരീത്തോട് പിന്നീട് ചെയ്തത്. तो हम देखते हैं इज़राइल के इतने जो बड़े भविष्यवक्ता एलिया, उनके लिए पानी बंद कर देता है। करीत का नाला जो है ये हम वहां देखते हैं। അതിന്റെ 7-ാം വാക്യം കണ്ടോ? കുറെ കഴിഞ്ഞപ്പോൾ ഈ കെരീത്തോട് വറ്റിപ്പോയി, ഏലിയാവിന് വെള്ളം കുടിക്കാൻ ഇല്ലാതായി. ദൈവം അവനെ അവിടെ നിന്ന് സരേഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് അയക്കും. उसके 7वें वचन में हमें दिखाई पड़ता है कि कुछ दिनों के बाद जो करीत का जो नाला जो है वो पूरी तरीके से सूख जाता है। फिर परमेश्वर उसको सराफात के जगह पर वापस भेज देते हैं उस जगह से। ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും ഇതെല്ലാം. परमेश्वर की जो योजना है उसकी ही एक भाग है ये सारी चीजें। എന്നാൽ ഇസ്രായേലിലെ ശക്തനായ പ്രവാചകന് കുടിവെള്ളം കൊടുക്കാൻ കഴിയാതെ പോയ പരാജയപ്പെട്ട ഒരു തോടാണ് കെരീത്തോട്. तो इज़राइल के इतने बड़े जो भविष्यवक्ता थे उसको पानी देने के लिए भी असफल हुआ एक नाला है ये जो करीत का नाला। ആ കെരീത്തോട് ഈ ആഖോർ താഴ്വരയിലാണ്. तो ये जो करीत का नाला जो है वो अखोर की तराई में है। കണ്ടോ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ 2 വട്ടമെങ്കിലും ഈ ആഖോർ താഴ്വര നിരാശപ്പെടുത്തിയിട്ടുണ്ട്. तो हम देखते हैं इस इज़राइल के चरित्र में 2 बार तो इस अखोर की तराई ने निराश किया है लोगों को। പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ആഖോർ താഴ്വര തീർച്ചയായിട്ടും അത് പ്രതിദാനം ചെയ്യുന്നത് നല്ല കാര്യത്തെയല്ല. तो मैं क्या कहना चाहता हूँ प्रियजनों की जो अखोर की तराई है वो अच्छी चीजों को नहीं दिखाता है। ആഖാന്റെ അനുസരണക്കേടിന്റെയും ന്യായവിധിയുടെയും ചിത്രമാണ് ആഖോർ താഴ്വര നൽകുന്നത്. अखान की जो उल्लंघन, वचन का उल्लंघन और जो निराश करने वाले न्याय की बातों को अखोर की जो तराई है वो हमें दर्शाता है। ഏലിയ പ്രവാചകന് ദാഹജലം നൽകാതിരുന്ന കെരീത്തോട്ടിന്റെ പരാജയത്തെയാണ് ആഖോർ താഴ്വര പ്രതിദാനം ചെയ്യുന്നത്.
एलिया जो भविष्यवक्ता है उनको पानी नहीं देता हुआ एक अखोर की तराई को वो दिखाता है उसमें असफल हुआ हुआ। ഞാൻ പറഞ്ഞു വരുന്നത് കേവലം ഒരു ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ ഒരു താഴ്വരയെ കുറിച്ചല്ല. तो मैं यहाँ कहना चाहता हूँ कि भूमि के शास्त्र के अनुसार एक तराई के विषय में नहीं है वो। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ള പരാജയത്തിന്റെ രംഗങ്ങളെ തന്നെ ദൈവത്തിന്റെ വാഗ്ദാനം, അതിനെ തന്നെ ഞാൻ നിനക്ക് വിജയമാക്കി तराम. परमेश्वर की वायदा ये है कि हमारे जीवन में भी ऐसी कोई भी जो तराई आती है उसी को ही परमेश्वर हमारे जय में बदल कर हमें देते हैं। അവിടെ തന്നെ ഞാൻ ഒരു പ്രത്യാശയുടെ വാതിൽ തുറന്നു തരും. वही जगह पर परमेश्वर आपको एक आशा की द्वार खोल कर देते हैं। ലോകത്തിന് മനസ്സിലാക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല ഇത്. इस दुनिया को समझने वाली एक बात नहीं है वो। പരാജയത്തിന്റെ നിരാശയുടെ പ്രതീക്ഷയില്ലായ്മയുടെ സ്ഥലത്ത് പ്രത്യാശയുടെ വാതിൽ തുറക്കുകയുള്ളൂ. അതെങ്ങനെ കഴിയും? जहाँ पे असफल होते हैं, जहाँ पे निराशा होता है, वहां पर एक आशा का द्वार, विजय का द्वार खोलना ये कैसे मुमकिन है? പക്ഷേ നമ്മുടെ വലിയവനായ ദൈവത്തിന് അത് കഴിയും. परंतु हमारे जो बड़े पिता परमेश्वर है उनके लिए संभव है। സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് നമുക്കായിരിക്കാം. भाई बहनों, परमेश्वर के सम्मुख हम एकदम धन्यवाद रूप में हम रहे। നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ചിലയിടത്ത് പരാജയപ്പെട്ടു പോയി. हमारे व्यक्तिगत जीवन में भी हम कहीं जगह पर जो है पराजित हो चुके हैं। നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചിലയിടത്ത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ അതിനെ ആഘോർ താഴ്വരയാക്കി മാറ്റി. हमारे परिवार के जीवन को भी हमारे हाथों के कामों के द्वारा हमने उसको अखोर की तराई बना दिया है। നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ചില ആഘോർ താഴ്വരകൾ നമ്മൾ തന്നെ സൃഷ്ടിച്ചു. हमारे जो काम करने वाली जगहों में भी हमने खुद ने ही अपने हाथों से वहां पे अखोर की तराई को बना दिया है। ഇതിനെപ്പറ്റി നിരാശപ്പെട്ട് ദുഃഖിച്ച് സ്വയം പഴിച്ചിരിക്കുകയാണോ നിങ്ങൾ? इसके बारे में सोचकर, दुख होकर और निराशा होकर अपने आप को कोसते बैठे हैं क्या आप लोग? ആഘോർ താഴ്വരയിൽ പ്രത്യാശയുടെ വാതിൽ തുറന്നു തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. अखोर की तराई में आशा का द्वार खोलने वाले एक परमेश्वर हमारे लिए है। ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും പലരോട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില തോൽവികൾ അവരെ അങ്ങ് നിരാശയിൽ അങ്ങ് ആഴ്ത്തിക്കളയുന്നത് പോലെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. मैंने देखा हुआ है इन बातों को। जब कोई जवान भाई बहन लोग जब किसी से बात करते हैं तो उनके जीवन में जो असफलताएं हैं उनको आती है, उसके विषय में बात कर कर वो निराश होते हुए मैंने पाया है। പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തെറ്റായിട്ട് സംഭവിച്ചു, അത് അത് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ വലിയവനായ ദൈവത്തിന് കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്താൻ കഴിയും. तो हमारे जीवन में कुछ चीज जो है गलत तरीके से हो गया है, ऐसे हुआ है, तो भी परमेश्वर उन बातों को बदल सकते हैं। നമ്മൾ ഈ ആഘോർ താഴ്വരയെ കുറിച്ച് തുടർന്ന് ബൈബിളിലെ ചിലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ മനോഹരമായ ചില കാര്യങ്ങളാണ്. तो बाइबल में इस अखोर की तराई के विषय में बहुत ही सुंदर तरीके से कहीं जगह पर इस वचन को लिखा हुआ है। ഉദാഹരണത്തിന് യെശയ്യായുടെ പുസ്തകം 65ന്റെ 10ാമത്തെ വാക്യം നോക്കുക. यशायाह की किताब उदाहरण के तौर पर 65 उसका 10 वचन। അവിടെ എന്റെ ജനത്തിനായി ശാരോൻ ആടുകൾക്ക് മേച്ചിൽപ്പുറവും ആഘോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവും ആയിരിക്കും. यहाँ पे लिखा है, मेरी प्रजा जो मुझे ढूंढती है उसकी भेड़ बकरियों को शारोन में चरेंगी और उसके गाय बैल अखोर नाम तराई में विश्राम करेंगे। ശാരോൻ താഴ്വര നമുക്കെല്ലാവർക്കും അറിയാവുന്ന താഴ്വരയാണ്. शारोन की जो तराई है इसके बारे में हम सभी लोग जानते हैं। ഈ ശാരോൻ താഴ്വരയോട് ചേർത്താണ് ഇവിടെ യെശയ്യാവ് 65:10 ആഘോർ താഴ്വരയെ കുറിച്ച് പിന്നീട് പറയുന്നത്. यहाँ पे देखते हैं यशायाह के 65 के 10 में इस शारोन की जो तराई है उसके साथ ही अखोर नाम की तराई को भी उसमें जोड़कर कहा गया है। ശാരോൻ താഴ്വര എന്ന് പറയുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ്. शारोन की जो तराई है बहुत ही सुंदर एक तराई है। ഉത്തമഗീതം 2ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാണ് എന്നാണ് അവിടെ പറയുന്നത്. तो हम यहाँ देखते हैं श्रेष्ठ गीत में हम देखते हैं जो मैं शारोन के वहाँ का एक बहुत ही बड़ा अच्छा पुष्प हूँ, ऐसे वहाँ पर लिखा हुआ है। അപ്പോ ഇസ്രായേലിന്റെ മറ്റൊരു താഴ്വരയായ ശാരോൻ താഴ്വരയെ കുറിച്ച് പറയാനില്ല. എല്ലാം മനോഹരമായ പുഷ്പങ്ങൾ, ആടുമാടുകൾ കിടന്ന്
മേച്ചിലിന് ശേഷം കിടന്ന് അയവിറക്കുന്ന സ്ഥലം ഒക്കെ ആയിട്ട് വളരെ നല്ല സ്ഥലം. तो शारून शारून की जो तराई के विषय में और कुछ हम नहीं बोल सकते, क्योंकि बहुत ही सुंदर तराई है, वहाँ पे बहुत सारे सुंदर-सुंदर पुष्प है और वहाँ पे भेड़-बकरियाँ जो है बहुत अच्छी अच्छी तरीके से चर कर, खाना खाकर बहुत अच्छी तरीके से विश्राम करता हुआ बहुत ही सुंदर जगह है वो। അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേരളത്തിൽ ചിലര് സഭകൾക്ക് പോലും ഷാരോൺ എന്നുള്ള പേര് വെച്ചാണ് സഭകൾക്ക് പോലും പേരിട്ടിട്ടുണ്ട്. इसलिए मैं सोचता हूँ कि केरला में भी ऐसे बहुत सारे कलीसिया हैं, उनका नाम भी लोगों ने यही सोचकर शारोन करके रखा हुआ है। ഇവിടെ ഇതാ യെശയ്യാവ് 65:10 ആ ഷാരോൻ താഴ്വരയിൽ ആടുകൾ മേച്ചിൽപ്പുറമാക്കുമ്പോൾ ആഘോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. तो हम यहाँ पे देखते हैं वही जो शारोन तराई में जब भेड़ बकरियां चरती रहती है, वहीं पर गाय बैल आखोर नाम की तराई में विश्राम करती है। കണ്ടോ ആഘോർ താഴ്വരയ്ക്ക് വരുന്ന രൂപപരിണാമം കണ്ടോ? वहाँ पे आप देख सकते हैं अखोर की तराई को जो परिवर्तन आ जाता है वहाँ पर। യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആഘോർ താഴ്വര നിരാശയുടെയും കണ്ണുനീരിന്റെയും ന്യായവിധിയുടെയും സ്ഥലമാണ്. यहोशू के 7 अध्याय में हम देखते हैं अखोर की तराई जो है एकदम आंसू का, न्याय का और आज्ञा नाम मानने का, निराशा का एक जगह होता था वो। ഹോശിയായുടെ പുസ്തകത്തിൽ വരുമ്പോ അതേ താഴ്വര പ്രത്യാശയുടെ വാതിലായി തുറന്നു തരുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം. होशे की किताब में आने के टाइम पे हम देखते हैं वही जो तराई है उसको परमेश्वर आशा का द्वार कर कर हमारे लिए खोल कर देंगे, ऐसे हम देखते हैं। യെശയ്യായുടെ പുസ്തകത്തിൽ വരുമ്പോ അവിടെ ഷാരോൻ താഴ്വരയോട് ചേർത്ത് അനുഗ്രഹിക്കപ്പെട്ട കന്നുകാലികൾ സന്തോഷമായിട്ട് ശത്രുക്കളെ പേടിക്കാതെ പുല്ല് തിന്ന് കിടന്ന് അയവിറക്കി സന്തോഷമായി കിടക്കുന്ന സ്ഥലമായിട്ട് വിവരിച്ചിരിക്കുന്നു. वही हम यशायाह की किताब की ओर जब आते हैं तो हम देखते हैं कि वहाँ पर शारोन की जो तराई है उसके साथ मिलकर जो गाय बैल वहाँ पर बिना शत्रु के कोई भय से खा पीकर विश्राम करती हुई एक जगह के रूप में हम इसको देखते हैं। പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്ന പാഠം നമ്മുടെ പരാജയങ്ങളെ അതിനെ മാറ്റി അനുഗ്രഹമാക്കുന്ന ഒരു വലിയവനായ ദൈവമാണ് നമുക്കുള്ളത്. तो प्रिय भाई बहनों, हम इसमें से ये सीख ले सकते हैं कि हमारे जितने भी असफलताएं हैं, जितनी भी पराजय है, उसे परमेश्वर हमारे जय में, हमारे अनुग्रह में, आशीष में बदल देने वाले हमारे परमेश्वर हैं। तो കണ്ണുനീർ താഴ്വരയെ അത് അനുഗ്രഹപൂർണമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. आंसू की तराई को आशीष रूपी बनाने वाले परमेश्वर है हमारे परमेश्वर। നമ്മുടെ ഭാഗത്ത് ഇതിനു വേണ്ടി എന്താ വേണ്ടത്? हमारी जगह पर हमें क्या करना चाहिए? നമ്മൾ ഈ നമ്മുടെ പരാജയങ്ങളെ മൂടി വെക്കാതെ ദൈവസന്നിധിയിൽ അതിനെ സമ്മതിക്കുക. हमारी जितनी भी असफलताएं हैं उसे छिपा कर ना रखते हुए परमेश्वर के सामने सब कुछ हम अंगीकार कर ले। ദൈവത്തെ ശരണം പ്രാപിക്കുക. परमेश्वर के शरण में आ जाइए। നമ്മളെ തന്നെ ന്യായീകരിക്കാതെ ദൈവത്തിന്റെ മുമ്പാകെ കൊണ്ടുവരിക. अपने आप की न्याय न करते हुए परमेश्वर के सामने अपने आप को लेकर आए। നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ ഒക്കെ വന്നിട്ടുള്ള ആഘോർ താഴ്വരകളെ ദൈവം അനുഗ്രഹത്തിന്റെ താഴ്വരകളാക്കി തരും. हमारे परिवार के जीवन में, दफ्तर के जीवन में, व्यक्तिगत जीवन में जो भी अखोर की तराई की जो बातें हमारे जीवन में आई हैं, उन सारी बातों को परमेश्वर जो है आशीष की तराई बना दे। പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരെ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകുന്നവരാണ്. तो जैसे कि मैंने पहले ही बोला, जो युवक जन है वो ऐसे जन है बहुत जल्दी निराश हो जाते हैं वो लोग। ഞങ്ങളുടെ പ്രാദേശിക സഭയിലെ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മർക്കോസിന്റെ സുവിശേഷം പഠിക്കാനായിട്ട് തുടങ്ങി. तो हमारे कलीसिया में हम बाइबल स्टडी कर रहे हैं। हम यहाँ पर मरकुस की किताब हम ले रहे हैं अभी। മർക്കോസിന്റെ സുവിശേഷം എഴുതിയ മർക്കോസിന്റെ ജീവിതം ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? तो मरकुस की किताब लिखा हुआ मरकुस की जो जीवन के बारे में युवक जनों ने कभी ध्यान दिया है? മർക്കോസിനെ കുറിച്ച് നമ്മൾ കാണുന്നത് താന് യെരുശലേമില് ആ നിലയിൽ സ്വന്തമായി വീടുണ്ടായിരുന്ന മറിയയുടെ മകനായിട്ടാണ് നമ്മൾ കാണുന്നത്. तो हम यहाँ देखते हैं मरकुस जो था यरूशलेम में खुद का जो घर जिनका है, मरियम नाम की जो बहन है, उनके पुत्र के रूप में हम उन्हें देखते हैं। അപ്പോസ്തല പ്രവൃത്തി 12:12 അപ്പോസ്തലനായ പത്രോസ് ഹേരോദാവിന്റെ തടവിൽ നിന്ന് ദൈവം വിടുവിച്ചു വരുമ്പോ ആ സഭ ശ്രദ്ധയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്
ഈ മർക്കോസിന്റെ വീട്ടിലാണല്ലേ, മർക്കോസിന്റെ അമ്മയായ മറിയയുടെ വീട്ടിലാണ്. तो हम देखते हैं प्रेरितों के काम 12 के 12 वाक्य में, जैसे कि पतरस जब बंदीगृह में था, परमेश्वर उनको छुड़ाकर जब वहां से लाते हैं, जब जहां पर कलीसिया बैठ के प्रार्थना करती है, तो ये वो मरकुस की जो जगह था, वो उसकी माँ मरियम जो थी यरूशलेम में, वही घर होता है, वही घर है वो। മർക്കോസിന്റെ ആ ജീവിത പശ്ചാത്തലം വളരെ നല്ലതായിരുന്നു. मरकुस का जो जीवन की जो बातें हैं बहुत ही अच्छा था। യെരുശലേമിന്റെ സ്വന്തമായി വീടുള്ളവൻ, यरूशलेम में जिनका खुद का घर है, സാമ്പത്തികമായിട്ട് താരതമ്യേന മെച്ചപ്പെട്ട ചുറ്റുപാട്, संबत में उनके उनके बहुत सारे थोड़ा बहुत कुछ उनको जायदाद वगैरह था। കുടുംബമൊക്കെ കർത്താവിനായിട്ട് ജീവിക്കുന്ന ആ കുടുംബം, परमेश्वर के लिए जीने वाला एक परिवार। അതിനെ തുടർന്ന് നമ്മൾ എന്താ കാണുന്നത്? ബർന്നബാസും പൗലോസും കൂടെ മർക്കോസിനെ എന്ത് ചെയ്തു? തങ്ങളുടെ മിഷണറി യാത്രയിൽ കൂടെ കൊണ്ടുപോയി. तो उसके बाद हम क्या देखते हैं, पौलुस और बरनबास मिलकर मरकुस को उनके जो यात्रा में उनके संग ले जाते हैं उसको। മർക്കോസ് ദൈവത്തിനായിട്ട് സമർപ്പിതനാണ്. मरकुस ने अपने आप को परमेश्वर के लिए समर्पित किया था। അതുകൊണ്ട് ബർന്നബാസ് തന്റെ ഒരു ബന്ധു കൂടെയായ ബർന്നബാസിനോടും പൗലോസിനോടും ഒപ്പം സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് മർക്കോസും യാത്ര പോയി. तो उसके लिए हम देखते हैं उनका जो रिश्तेदार रहता है बरनबास, उसके साथ और पौलुस के साथ मरकुस जो है, उस सुसमाचार की जो भी कार्य कामकाज है उसके लिए उनके साथ ही यात्रा करते हुए हम पाते हैं। എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 13:13 വളരെ നിരാശാകരമായ ഒരു കാര്യം നമ്മൾ കാണും. प्रेरितों के काम 13 अध्याय उसकी 13 वचन में बहुत ही दुखदायक बात वहां पे हम देखते हैं। മർക്കോസിന് എന്ത് സംഭവിച്ചു? അവന് ആ യാത്രയില് എന്തെങ്കിലും കഷ്ടതകളോ അല്ലെങ്കിൽ പ്രതികൂലങ്ങളോ ഒക്കെ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ നിരാശനായി, അല്ലെങ്കിൽ അവൻ തന്റെ സുവിശേഷ പ്രവർത്തനം തുടരാതെ സ്വന്തം വീട്ടിലേക്ക് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു എന്നാണ് നമ്മൾ കാണുന്നത്. वहां पे देखते हैं ये जो युवक था, जो मरकुस, उसको जो सुसमाचार की जो सेवकाई की जो यात्रा थी, वहां पर बहुत सारे कष्ट और समस्या आने के समय पर बहुत ही निराश हो जाता है और वहां पर सेवकाई को छोड़कर उसके वापस लौटकर यरूशलेम की ओर वो आ जाता है। കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് കർത്താവ് തന്നെയാ പറഞ്ഞത്. परमेश्वर ने खुद कहा है कि जिसने जो बर्तन में हाथ डालकर फिर वापस जो मुड़कर देखता है, वो परमेश्वर के राज्य के लिए योग्य नहीं है। ഇവിടെ ഇതാ പൗലോസും ബർന്നബാസും ഒക്കെ അവരോടൊപ്പം അവരുടെ ടീമിൽ അംഗമായി മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെയോ എതിർപ്പുകൾ, പീഡനങ്ങൾ നേരിട്ടപ്പം അതിന്റെ മുമ്പാകെ നിൽപ്പാൻ ധൈര്യമില്ലാതെ അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കലപ്പയ്ക്ക് കൈവച്ച ശേഷം മടങ്ങിപ്പോയവനാണ് മർക്കോസ്. तो हम देखते हैं वहां पे उसके जो संगी है पौलुस और बरनबास के साथ मिलकर जब यात्रा कर रहा था, तो थोड़ा क्लेश और मुसीबत आने के समय उसके खिलाफ वो खड़ा नहीं रह सका, इसीलिए वो वापस अपने घर में वापस चला जाता है। जैसे कि कोई बर्तन में, पानी के बर्तन में हाथ डालने के बाद वापस मुड़ जाता है, वैसे ही वापस चला जाता है वो सेवकाई से। എന്നാൽ അപ്പോസ്തല പ്രവൃത്തി തുടർന്ന് വായിക്കുമ്പോൾ ഈ പിന്മാറ്റത്തിൽ നിന്ന് മർക്കോസിന് ഒരു മടങ്ങി വരവുണ്ടായി. तो बाद में जब प्रेरितों के कामों को हम आगे पढ़ते हैं, तो हम देखते हैं कि ये जो पीछे हटा हुआ जीवन से वापस मन फिराने का एक अवस्था उनके जीवन में आता है। അതിന്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. उसकी विवरण हमें नहीं पता है। പക്ഷേ ഈ മർക്കോസ് വീണ്ടും അവൻ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് തയ്യാറായി മുന്നോട്ട് വന്നു. फिर से मरकुस जो है इस सुसमाचार की कार्य के लिए, सेवकाई के लिए तैयार होकर वापस आगे आ जाता है वो। ബർന്നബാസ് ഈ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായിട്ട് പോകുന്നു. फिर से बरनबास जो है मरकुस को लेकर अपने सुसमाचार की जो भी सेवकाई है उसके साथ करने के लिए उसको ले चलता है आगे। എന്നാൽ താരതമ്യേന കർക്കശക്കാരനായ പൗലോസ് പറഞ്ഞു, ദൈവത്തിന്റെ പ്രവൃത്തി വിട്ട് മടങ്ങിപ്പോയവനെ ഇനി ഞാൻ കൂടെ കൂട്ടുന്ന പ്രശ്നമില്ല, മർക്കോസ് എന്റെ ടീമിൽ വേണ്ട എന്ന് പറഞ്ഞ് പൗലോസ് ശീലാസ് എന്ന് മറ്റൊരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ട് തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായിട്ട് പോകുന്നു. वहां पे हम देखते हैं पौलुस जो कि बहुत ही सख्ती बरतते थे, वो कहने लगे कि जो से परमेश्वर की सेवकाई में पैर रखकर फिर वापस मुड़ गया है, ऐसे व्यक्ति को मैं अपने सहकर्मी नहीं बना सकता। इसीलिए पौलुस जो है शीलास नाम के एक युवक को अपने साथ लेकर जो सुसमाचार की जो सेवकाई है उसके साथ मिलकर करने लग जाते हैं। നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിന്റെ 36-40 വാക്യങ്ങളിലൊക്കെ പൗലോസും ബർന്നബാസും തമ്മിലുള്ള മർക്കോസിനെ ചൊല്ലിയുള്ള ആ നിലയിൽ അവർ വേർപിരിഞ്ഞതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്.
तो यहाँ पे प्रेरितों के काम 15 अध्याय के 36 वचन में हम देखते हैं पौलुस और बरनबास के विषय बीच में जो बातचीत होती है, जो भी झगड़ा होता है इस मरकुस के विषय में और फिर वो जो है कैसे अलग हो जाते हैं, उसका विवरण दिया हुआ है वहाँ पर। എന്നാൽ പിന്നീട് നമ്മൾ എന്താ കാണുന്നത്? परंतु उसके बाद हम क्या देखते हैं? ഇതേ കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിച്ചു പോയവനെ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ പൗലോസ് തന്നെ തന്റെ ഒടുവിലുള്ള ചില ലേഖനങ്ങളിൽ മർക്കോസിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെയാണ് പരാമർശിക്കുന്നത്. पौलुस जो जिसने ऐसा कहा था कि जो बर्तन में हाथ डालकर वापस चला गया, ऐसे बोला हुआ पौलुस ने ही मरकुस के विषय में उनकी आखिरी पत्रियां जब वो लिख रहे थे, बहुत ही आनंद के साथ मरकुस के विषय में लिखते हुए हम पाते हैं। കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, മർക്കോസ് നിങ്ങളുടെ ഇടയിൽ വന്ന മർക്കോസിനെ നിങ്ങൾ കൈക്കൊള്ളണം, സ്വീകരിക്കണമെന്ന് പറയുന്നു. 4-ാം അധ്യായം 10-ാം വാക്യം. तो कोलोसियों को पत्री लिखने के समय 4 अध्याय के 10 वचन में पौलुस उनको कहते हैं, अगर मरकुस आपके बीच में आता है तो उसको स्वागत कीजिए, उसको उसको संभालिए, ऐसे कहते हुए हम उस पत्री में पढ़ते हैं। ഫിലേമോന്റെ പുസ്തകം 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഈ മർക്കോസ് എന്റെ കൂട്ടുവേലക്കാരനാണ് എന്ന് പറയുന്നു. फिलेमोन की किताब 24 वाक्य में पौलुस मरकुस के बारे में बोलते हैं कि ये मेरे साथ मसीही में सहकर्मी हैं। 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ അവസാന ലേഖനത്തിൽ പൗലോസ് പറയുന്നു, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാണ്. दूसरा तिमोथी 4 के आखिरी वचन में पौलुस कहते हैं कि मेरे सेवकाई में मेरे लिए बहुत ही इस्तेमाल में बहुत ही अच्छा काम आने वाला व्यक्ति है मरकुस करके। കണ്ടോ, മർക്കോസ് ഒരിക്കൽ മടങ്ങിപ്പോയവനാണ്. हम देखते हैं मरकुस एक बार पीछे हट गया था, चला गया था। എന്നാൽ അവനെതിരെ കർക്കശമായി പെരുമാറിയ പൗലോസിനെ കൊണ്ട് തന്നെ അവന്റെ ആ മടങ്ങി വരവും അവന്റെ ആ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ് വളരെ അനുഗ്രഹീതമായിട്ട് പൗലോസ് തന്നെ രേഖപ്പെടുത്തും. तो बहुत ही सख्ती बरतने वाला पौलुस के द्वारा ही वो जो वापस चला गया था, जब परमेश्वर में वापस आता है, परमेश्वर के लिए काम करने लगता है, तो पौलुस ने खुद ही उसके विषय में बहुत ही अनुग्रहित आशीष रूपी तरीके से आनंद के साथ बातें करते हुए पौलुस के विषय में हम पढ़ते हैं वहाँ। പത്രോസ് അപ്പോസ്തലൻ മർക്കോസിനെ കുറിച്ച് പറയുന്നത്, എനിക്ക് മകനായ മർക്കോസ് എന്നാണ്. 1 പത്രോസ് 5:13. पत्रोस जो प्रेरित है वो मरकुस के विषय में यूं कहते हैं कि मेरा जो पुत्र है वो है मरकुस। അപ്പൊ നോക്കുക, പത്രോസിനോടും പൗലോസിനോടും ഒക്കെ ഒരു പുത്രനെ പോലെ അല്ലെങ്കിൽ അവരെ ഒരു പിതാവിനെ പോലെ സ്നേഹിച്ച് താനെ തുടർന്ന് തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങൾ വളരെ പ്രയോജനമുള്ളതാക്കി മർക്കോസ് തീർക്കുന്നു. तो हम देखते हैं पौलुस और पत्रस के साथ एक बेटे के जैसा इनको एक पिता के समान देखकर उनके जो आखिरी के बाद में जो जीवन है परमेश्वर में बहुत ही लाभदायक और बहुत ही फलवंत तरीके से बिताते हुए मरकुस को हम वहाँ देखते हैं। തന്റെ സുവിശേഷം എഴുതാൻ തന്നെ പത്രോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ നിന്നാണ് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ നേർചിത്രം മർക്കോസിന് കിട്ടുന്നത് എന്നാണ് വേദപണ്ഡിതന്മാരെ പറഞ്ഞിട്ടുള്ളത്. तो बहुत ही जो बाइबल के ज्ञानी लोग यूं कहते हैं कि पत्रुस के द्वारा ही यीशु मसीह का चरित्र जो है वो मरकुस को मिला है, उसी के द्वारा ही उस यीशु मसीह का चरित्र को है वो इस समाचार के इस किताब में वो लिख पाता है। അപ്പൊ കണ്ടോ, ഒരിക്കൽ കലപ്പയ്ക്ക് കൈവച്ച ശേഷം മടങ്ങിപ്പോയവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നാണ് ദൈവവചനം. तो परमेश्वर का वचन यूं कहता है कि बर्तन में हाथ डालने के बाद जो वापस मुड़ जाता है वो परमेश्वर के राज्य के योग्य नहीं है। ചെറുപ്പക്കാരൻ, വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടില്ലാത്തവൻ, താരതമ്യേന സുഖമായി ജീവിച്ചവൻ ഒക്കെ ആയിരുന്നു മർക്കോസ്. मरकुस को हम देखते हैं बहुत ही अच्छा जवान था, बहुत ही अच्छी तरीके से बिना कोई क्लेश के जीवन बिताया हुआ व्यक्ति था मरकुस। എന്നാൽ പൗലോസിനോടും ബർന്നബാസിനോടും ഒപ്പം പോയപ്പം സുവിശേഷ പ്രവർത്തനങ്ങൾക്കുണ്ടായ ആ നിലയിലുള്ള പീഡനങ്ങളുടെ മുമ്പാകെ അവന് നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ മടങ്ങിപ്പോയവനാണ്. तो हम देखते हैं पौलुस और बरनबास के साथ जब सुसमाचार की सेवकाई करना जाता है तब बहुत ही कठिनाई और जो भी विरोधी बातें आती है उसके सामने वो खड़ा नहीं रह पाता है और वापस वो मुड़कर अपने घर चला जाता है। അവന്റെ ജീവിതത്തിലെ ഒരു ആഘോർത്താൾ വരെയാണ് മടങ്ങിപ്പോക്ക്. उसके जीवन की अखोर की एक तराई है वो जो वापस लौटने की बात। ആഘോർത്താൾ വരെ തന്നെ ദൈവം പ്രത്യാശയുടെ വാതിലായി മർക്കോസിനെ തുറന്നു കൊടുത്തു. तो उस अखोर की तराई को ही परमेश्वर ने उसके लिए एक आशा का द्वार बना दिया।
ഇത് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടായാലും ആഘോത്താഴ്വരെ പ്രത്യാശയുടെ വാതിലാക്കി നമുക്ക് മാറ്റാൻ കഴിയുമെന്ന്. तो परमेश्वर ये संदेश के द्वारा हमें बात करते हैं कि हमारे जीवन में भी कोई ऐसी अखोर की तराई भी हो जाए, कोई भी निराशा भी हो जाए, तो परमेश्वर उसे आशीष की एक कारण बना के उसे बदल सकते हैं। നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. तो हमारे जीवन में इन बातों को बहुत ही गंभीर रीति से हम ले लें. ഞാൻ പറഞ്ഞു വന്നത് മർക്കോസിനെ പോലെ ഒരു ചെറുപ്പക്കാരന് പരാജയങ്ങൾ ഉണ്ടായി. പക്ഷെ ആ പരാജയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ അനുതാപത്തോടെ ചെന്നപ്പോ അതിനെ വിജയമാക്കി തീർത്തു. तो हम देखते हैं एक मरकुस जो युवाजन था, उसके जीवन में भी बहुत सारे पराजय आए, असफलता आए, परंतु वो अपने परमेश्वर के चरणों में जब जाता है तो परमेश्वर उन सारे असफलताओं को उसके विजय के लिए बदल देते हैं. അനുഗ്രഹീതമായ ഒരു സുവിശേഷത്തിന്റെ രചയിതാവായി അവൻ തീർന്നു. एक बहुत ही आशीष रूपी एक किताब लिखने के योग्य परमेश्वर ने उसको बना दिया. കർക്കശക്കാരനായ പൗലോസ് പോലും തന്റെ അവസാന ലേഖനത്തിൽ പറയുന്നു, എനിക്ക് ശുശ്രൂഷയ്ക്ക് വളരെ പ്രയോജനമുള്ളവനാണ് അവൻ. तो बहुत ही शक्ति बरतने वाले पौलुस भी उनकी आखिरी पत्रियों में लिखते हैं कि मेरे सेवकाई में मेरे लिए बहुत ही लाभदायक है ये व्यक्ति. ആഖോർ താഴ്വരയിൽ പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവം. अखोर की तराई में आशा का द्वार खोलने वाले परमेश्वर. മർക്കോസിന്റെ ജീവിതത്തെ ദൈവം ആ നിലയിൽ വലിയ പ്രത്യാശയിലേക്ക് പിന്നീട് നയിക്കുന്നു. परमेश्वर ने मरकुस का जो जीवन है बहुत ही आशा की और उसके जीवन को ले जाते हुए हम देखते हैं. കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ചെറുപ്പക്കാരെങ്കിലും തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ മർക്കോസിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ പാഠമെടുക്കുക. मेरे सुनने वालों में से अगर कोई जो जवान भाई बहन है जिन्होंने अपने जीवन में बहुत ही निराश होकर बैठे हैं, तो इस मरकुस के जीवन को एक सीख बनाकर इसे ले ले अपने जीवन में. പ്രിയപ്പെട്ടവരെ, കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ കൊണ്ടുവരികയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ये जो वचन सुना है उसके द्वारा हम परमेश्वर के सामने अपने आप को लेके आएंगे और हम प्रार्थना करेंगे. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരാജയങ്ങളുടെ സ്ഥലങ്ങളിൽ തന്നെ നാം അനുതാപത്തോടെ ദൈവത്തോട് അടുത്ത് വന്നാൽ അതിനെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി ദൈവം മാറ്റും. प्रियजनों, अगर इस निराशा की इस अवस्था में भी परमेश्वर के सामने पश्चाताप के साथ हम आएंगे तो परमेश्वर उस हारा हुआ अवस्था को भी आशीष का एक अवस्था बनाकर परमेश्वर बदल देंगे. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. जो भी आंसू की तराइयों में से हम गुजरेंगे तो भी उसको बहुत बड़ी जल की नदी के समान वो बदल देगा. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. पहले की बारिश से वो बहुत ही आशीष रूपी फिर बन जाता है. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. और वो सामर्थ्य बलवंत पाते हैं. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിനെ ശരണം പ്രാപിക്കാം. इसलिए प्रिय भाई बहनों, हम अपने परमेश्वर की शरण ले लें. അവിടുന്ന് നമ്മുടെ പിതാവാണ്. वो हमारे पिता हैं. മക്കളുടെ ജീവിതത്തില് ഉണ്ടാകുന്ന പരാജയങ്ങളുടെ പേരിൽ അവരെ എഴുതി തള്ളുന്ന ഒരു പിതാവല്ല നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. अपने बच्चों के जीवन में जो भी असफलताएं आई हैं उनको देखकर उनको दूर करने वाले पिता नहीं है हमारे स्वर्गीय पिता. നമുക്ക് നമ്മുടെ ജീവിതത്തെ സത്യസന്ധമായിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. हमारे जीवन को बहुत ही सच्चाई और ईमानदारी से परमेश्वर के सामने हम लेके आए. ആഖോർ താഴ്വരയിൽ ദൈവം പ്രത്യാശയുടെ വാതിൽ തുറന്നു തരും. अखोर की तराई में परमेश्वर हमारे लिए आशा का द्वार खोल कर देंगे. നാം ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിട്ട് തോന്നിയാലും, आज हम जाने वाली परिस्थिति कितनी भी हमारे खिलाफ खड़ी क्यों ना हो, അവിടെ പ്രതീക്ഷയുടെ ഒരു വാതായനം തുറക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. वहाँ पे एक आशा का द्वार खोलने वाले परमेश्वर है हमारे परमेश्वर. നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൂടുതൽ ദൈവത്തിലെ ഏകാഗ്രമാകട്ടെ. हमारा जो विश्वास की आंखें हैं परमेश्वर के ऊपर बहुत ध्यान से देख लें उसे. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. उन्होंने कहा कि मैं तुम्हें कभी भी अनाथ नहीं छोड़ूंगा, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. मैं तुम्हारे पास आऊंगा. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം. प्रिय भाई बहनों, हम उस परमेश्वर पर विश्वास करें. നമ്മൾ സത്യസന്ധമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവിടുന്ന് നമ്മുടെ പരാജയങ്ങളെ ജയമാക്കി തീർക്കും. हम एकदम सच्चाई के साथ परमेश्वर के सामने आएंगे तो हमारी जितनी भी पराजय की अवस्था है उसको परमेश्वर जय में बदल देंगे. നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. हमारे जीवन को हम परमेश्वर के हाथों में संपूर्ण तरीके से सौंप दें. നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, हमारे स्वर्गीय पिता परमेश्वर,
കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പിതാവാണല്ലോ. पिता आप हमारे पिताजी हो। ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ പേരിൽ ഞങ്ങളെ എഴുതി തള്ളാത്ത പിതാവേ, हमारे जीवन की असफलताओं को लेकर हमें बिल्कुल भी छोड़ नहीं देने वाले पिता, ഞങ്ങള് അനുതാപത്തോടെ സത്യസന്ധതയോടെ അവിടുത്തെ അടുത്തേക്ക് കടന്നു വന്നാൽ हम पश्चाताप कर कर एकदम सच्चाई से आपके सामने अगर आए तो ഞങ്ങളുടെ ആ ഘോർ താഴ്വരയിൽ പ്രത്യാശയുടെ വാതിൽ അവിടുന്ന് തുറന്നു തരുന്നതിനായിട്ട് നന്ദി. हमारे हकोर की तराई में एक आशा का द्वार आपने खोल कर दिया है पिता परमेश्वर, इसके लिए आपको धन्यवाद। മർക്കോസിന്റെ പരാജയങ്ങളെ പിന്നത്തേതിൽ ജയമാക്കി തീർത്ത കർത്താവേ, मरकोस की असफलताओं को बाद में आपने जय में बदल दिया प्रभु। ഞങ്ങളുടെ ചെറുപ്പക്കാരോട് അവിടുന്ന് കരുണ കാണിക്കണേ കർത്താവേ. हमारे जितने भी जवान भाई बहन है उन पर आपकी दया हो प्रभु। കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ തെറ്റുകളെ അവിടുന്ന് ക്ഷമിക്കുകയും അതിനെ മറക്കുകയും ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. हमारी जितनी भी गलतियां हैं उसको आप क्षमा करते हो और उसे भूल जाते हो प्रभु। ഞങ്ങളുടെ കണ്ണുനീർ താഴ്വരയെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി അവിടുന്ന് മാറ്റുന്നതിനായിട്ട് നന്ദി. हमारी जो आंसू की तराई है उसे आप आशीष की तराई बनने में बदल देते हो, इसलिए आपको धन्यवाद। ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. परमेश्वर हम सभी को आशीषित कीजिए। പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. प्रार्थना आपने सुन लिया, इसलिए धन्यवाद। എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും ചെറുപ്പക്കാരെയും ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണേ. सारे भाई बहन और युवक जन सभी को बहुत ही आशीषित कर दीजिए प्रभु। യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. यीशु मसीह के नाम से मांगते हैं, आमीन।